നമസ്തേ, ഞാൻ VS കൃഷ്ണരാജ്. പുത്തൻ പുലരിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു ശുഭദിനം ആശംസിക്കുന്നു. പ്രധാന വാർത്തകൾ നോക്കാം. ന്യൂസ് ഹെഡ്ലൈൻസ് brought to you by Happy Jacks. Happy keeps everybody happy. ധർമ്മസ്ഥലയിൽ അന്വേഷണം ഊർജിതം. യൂട്യൂബർ സമീറിനെ ഇന്നും ചോദ്യം ചെയ്യും. ചിന്നയെയും പോലീസ് കസ്റ്റഡിയിൽ. ഗൂഢാലോചനയ്ക്ക് പിന്നിൽ സംഘടിത മതപരിവർത്തന ശക്തികളെന്ന് കേസരി പത്രാധിപർ ഡോക്ടർ NR മധു. ഇരകളുമായി ഒത്തുതീർപ്പിന് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇടനിലക്കാരെ മുൻനിർത്തി ഒളിച്ചുകളി. രാജി വൈകിപ്പിക്കുന്നതിൽ കോൺഗ്രസിൽ അതൃപ്തി രൂക്ഷം. തെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടിയാകുമെന്ന് ആശങ്ക. റാപ്പർ വേടൻ എവിടെ? ഇരുട്ടിൽ തപ്പി പോലീസ്. മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതിയിൽ. തൃശൂരിൽ സന്ദീപ് വാര്യർക്കെതിരെ പടയൊരുക്കം. തൃശൂർ മണ്ഡലത്തിൽ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിയാകാൻ നീക്കമെന്ന ആക്ഷേപം. ഒറ്റക്കെട്ടായി ചെറുക്കാൻ തീരുമാനം. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് കളമൊരുങ്ങുന്നു. പത്രികാ സമർപ്പണത്തിന് അവസാന തീയതി ഇന്ന്. വോട്ടെടുപ്പ് സെപ്റ്റംബർ 9-ന്. ACL ആവേശ പോരാട്ടത്തിൽ കൊച്ചിക്ക് 4 വിക്കറ്റ് വിജയം. കൊല്ലത്ത് തോൽപ്പിച്ചത് അവസാന പന്തിൽ 6 അടിച്ച്. 42 പന്തിൽ സെഞ്ചുറി അടിച്ച് സഞ്ജു സാംസൺ. വാർത്തകളിലേക്ക് വിശദമായി. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്ന ആവശ്യം കോൺഗ്രസിനകത്തും ശക്തമാകുന്നു. പാർട്ടിയെ പൂർണ്ണമായി പ്രതിരോധത്തിലാക്കിയ രാഹുൽ MLA സ്ഥാനത്ത് തുടർന്നാൽ കൂടുതൽ പ്രതിസന്ധിയാകുമെന്നാണ് KPCCയുടെയും ഭൂരിഭാഗം നേതാക്കളുടെയും അഭിപ്രായം. അതേസമയം ലൈംഗിക ആരോപണങ്ങളിൽ ഇരകളുമായി ഒത്തുതീർപ്പിന് രാഹുൽ ശ്രമിക്കുന്നു എന്ന വാർത്ത പുറത്തു വരുന്നുണ്ട്. ഇടനിലക്കാർ വഴി രാഹുൽ ഇരകളുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു എന്നാണ് വിവരം. അരുൺ ആലത്തൂർ ഒപ്പം ചേരുന്നു. അരുൺ, ഇതിപ്പോൾ KPCC വലിയ പ്രതിരോധത്തിലാണ്. സസ്പെൻഡ് ചെയ്യണോ, രാജിവെപ്പിക്കണോ? രാജിവെപ്പിക്കാൻ ആവശ്യപ്പെട്ടാൽ അത് രാഹുൽ ചെയ്യുമോ? ഒന്നും പിടികിട്ടാത്ത അവസ്ഥയിലാണ്. പക്ഷെ ഇന്നലെ കേട്ടത് രാജിവെക്കണമെന്ന് പാർട്ടി ആവശ്യപ്പെടുമെന്നാണ്. ഇന്ന് അത് മാറി രാജിവെക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നു എന്ന സംശയം പുറത്തു വരുന്നു. അങ്ങനെ ആകപ്പാട് പ്രതിരോധത്തിലാണോ കോൺഗ്രസ്? കൃഷ്ണരാജ്, തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയത്തിൽ വലിയ പ്രതിരോധത്തിൽ തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇന്നലെ നമുക്കറിയാം, വിവിധ നേതാക്കൾ ഈ രാഹുലിന്റെ രാജി ആവശ്യവുമായി രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തലയും K മുരളീധരനും അതുപോലെ തന്നെ KPCC അധ്യക്ഷനായ സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ രാഹുൽ രാജിവെക്കുന്നതാണ് പാർട്ടിക്ക് നല്ലത് എന്നുള്ള ഒരു നിലപാടിലാണ്. മാത്രമല്ല, നിരവധി വനിതാ നേതാക്കളും രാഹുൽ രാജിവെക്കണം എന്നുള്ള അതേ നിലപാടിൽ തന്നെയാണ് ഉള്ളത് എന്നുള്ളതാണ്. അതേസമയം തന്നെ ഈ രാഹുലിന് പ്രതിരോധമായിട്ട് അല്ലെങ്കിൽ രാഹുൽ രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടിൽ ഷാഫി പറമ്പിൽ പക്ഷമാണെങ്കിലും VD സതീശനാണെങ്കിലും ഒക്കെ രാഹുൽ രാജിവെക്കേണ്ട ഒരു സാഹചര്യമില്ല എന്ന തരത്തിലുള്ള നിലപാടും അങ്ങനെ രണ്ട് തട്ടിലായിട്ട് കോൺഗ്രസ് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് പൊതുവെ കാണാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ ബഹുഭൂരിപക്ഷം നേതാക്കളും ഈ രാഹുൽ രാജിവെക്കണം എന്ന് തന്നെയുള്ള ശക്തമായ നിലപാടിലാണ് ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തലയെ പോലുള്ള നേതാക്കൾ
നേതാക്കളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ VD സതീശൻ പക്ഷം വലിയ രീതിയിൽ ശക്തി ആർജിക്കുന്നു. അടുത്ത ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ VD സതീശന്റെ നേതൃത്വത്തിൽ ഈ UDF മറ്റ് വിജയിക്കുകയാണെങ്കിൽ VD സതീശനെ മുഖ്യമന്ത്രിയാക്കാനുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി രമേശ് ചെന്നിത്തല കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തുന്നതിനിടെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന VD സതീശന്റെയും ഷാഫി പറമ്പിലിന്റെയൊക്കെ അരുമ ശിഷ്യന്റെ ഇത്തരത്തിലുള്ള ലീലാവിലാസങ്ങൾ പുറത്തു വരുന്നത്. ഈ സാഹചര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്തുടനീളം, പാലക്കാട് മാത്രമല്ല സംസ്ഥാനത്തുടനീളം ഈ വിഷയം വലിയ ചീത്തപ്പേരാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് ഈ രാഹുലിന്റെ രാജി എന്നുള്ള നിലപാടിലേക്ക് മിക്ക നേതാക്കളും കടന്നത്. പക്ഷേ ഇതിലിപ്പോൾ പ്രശ്നമായി നിൽക്കുന്നത് എന്തെന്ന് വെച്ചാൽ രാഹുൽ ആ രാജിക്ക് കൂട്ടാക്കുന്നില്ല എന്നുള്ളതാണ്. രാഹുൽ പലതരത്തിലുള്ള ന്യായീകരണങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ഇന്നലെ രാഹുൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രതികരിച്ചത് കണ്ടതാണ്. അതായത് രാഹുൽ അവന്തികയുമായി ബന്ധപ്പെട്ട് ഓഗസ്റ്റ് 1-ാം തീയതി, അതായത് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുൻപുണ്ടായ ഒരു ഫോൺ കോൾ എടുത്തുകൊണ്ടുവന്ന് അത്തരത്തിൽ ഒരു പ്രതികരണം അല്ലെങ്കിൽ ഒരു ഇരവാദം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളും ന്യായീകരണങ്ങളും ഒക്കെയാണ് രാഹുലിന്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ വൈകിട്ട് കാണാൻ വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രതികരിച്ചപ്പോൾ കാണാൻ സാധിച്ചത് എന്നുള്ളതാണ്. അത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്നും ഒരു ഇരവാദം ഉന്നയിച്ചുകൊണ്ട് പലതരത്തിലുള്ള ന്യായീകരണങ്ങൾ നിരത്തിക്കൊണ്ട് ഈ രാജി അതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങൾ വലിയ രീതിയിൽ കൊണ്ടുപിടിച്ച് തന്നെ നടത്തുന്നുണ്ട്. ഇത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഹുലിന്റെ ഈ ഇരവാദവും ന്യായീകരണങ്ങളും കൊണ്ട് അവർക്ക് എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്ന് പൊതുവെ അറിയാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഒരു വിഭാഗം നേതാക്കൾക്ക്. അതേസമയം തന്നെ മറുവിഭാഗം നേതാക്കളാണെങ്കിൽ രാഹുലിന്റെ രാജി തന്നെ വേണം എന്നുള്ള നിലപാടിലാണ്. ഇത്തരത്തിൽ കോൺഗ്രസ് രണ്ട് തട്ടിൽ നിലപാട് പറയുമ്പോൾ അത് ബോധപൂർവം ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി, ജനങ്ങളെ മണ്ടന്മാരാക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയാണ് എന്നുള്ള വിമർശനം ഇന്നലെ പാലക്കാട്ടെ BJP ഈസ്റ്റ് ജില്ലാ അധ്യക്ഷനായ പ്രശാന്ത് ശിവൻ ഉൾപ്പെടെ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. കാരണം രാഹുൽ രാജിവെക്കുകയാണെങ്കിൽ അങ്ങ് രാജിവെച്ച് പോകണം. കാരണം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെക്കുക എന്നുള്ളത് പാലക്കാട്ടെയോ അല്ലെങ്കിൽ കേരളത്തിലെയോ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിലൊരു കാര്യവുമില്ല, അവരെ ബാധിക്കുന്ന വിഷയമേ അല്ല. അത് മാത്രമല്ല, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുലിന് പടിയിറങ്ങേണ്ടി വരുന്നു. അതായത് പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു. പാർട്ടിക്ക് വിശ്വാസമില്ല, പിന്നെ എന്തിന് ജനങ്ങൾ വിശ്വസിക്കണം എന്നൊരു ചോദ്യമില്ലേ? തീർച്ചയായിട്ടും കൃഷ്ണ, ആ ചോദ്യമാണ് പ്രധാനമായിട്ട് ഉയരുന്നത്. അതായത് പാർട്ടിക്ക് വേണ്ട, പാർട്ടിയുടെ പദവികളിൽ വേണ്ട, അതേസമയം തന്നെ പാലക്കാട്ടെ ജനങ്ങൾ അനുഭവിച്ചോട്ടെ എന്ന നിലപാടാണോ കോൺഗ്രസിനുള്ളത് എന്നുള്ള ചോദ്യമാണ് പ്രധാനമായിട്ടും BJPയും മറ്റുമൊക്കെ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ MLA സ്ഥാനത്ത് തുടരാൻ രാഹുൽ ഒരു തരത്തിലും അർഹതയില്ല. രാഹുലിന്റെ ഏറ്റവും ഒടുവിലായിട്ട് പുറത്തു വന്ന ശബ്ദ സന്ദേശങ്ങളും മറ്റുമൊക്കെ വളരെ ഞെട്ടിക്കുന്നതാണ്. അതിൽ തന്നെ രാഹുൽ ഇന്നലെ മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രതികരണവുമായിട്ട് രംഗത്തെത്തിയപ്പോൾ അത്തരം വിഷയങ്ങളിലൊന്നും യാതൊന്നും മിണ്ടിയിട്ടേ ഇല്ല എന്നുള്ളതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. കാരണം രാഹുൽ ഈ അവന്തികി ഓഗസ്റ്റ് 1-ാം തീയതി നടത്തിയ ഒരു സംഭാഷണം പുറത്തുവിട്ടുകൊണ്ട് മറ്റ് കാര്യങ്ങളിൽ നിന്നൊക്കെ ഈ വഴിതിരിച്ച് വിട്ടുകൊണ്ട് അതിനോടൊന്നും മുഖം തിരിച്ച് അത് മാധ്യമങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ തിരിച്ച് വീടിനുള്ളിൽ കയറുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഏതായാലും ഒരുപാട് ചോദ്യങ്ങൾ രാഹുലിനോട് മാധ്യമപ്രവർത്തകർ ചോദിക്കാനായിട്ട് നിൽക്കുന്ന സമയത്ത് പോലും അതിനൊന്നും ഉത്തരമില്ല. പ്രത്യേകിച്ച് 2 ഓഡിയോ സന്ദേശങ്ങൾ പുറത്തു വന്നു. അത് 2 യുവതികളുടെ അതാണെന്നാണ് പറയുന്നത്. അതിൽ തന്നെ ഒരു യുവതിയോട് ഗർഭചിത്രം നടത്താൻ വേണ്ടി നിർബന്ധിക്കുന്നത് ഉൾപ്പെടെയുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു രാഹുലിന്റെ എതിരെയുള്ള ഓഡിയോകളാണ് പുറത്തു വന്നത്. ആ ഓഡിയോ തൻ്റേതല്ല, തൻ്റെ ശബ്ദം ആരെങ്കിലും ഫാബ്രിക്കേറ്റഡ് ചെയ്തതാണ്. ഇത്തരത്തിൽ ഈ ശബ്ദ സന്ദേശം പ്രചരിപ്പിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. ഇതൊന്നും പറയാൻ രാഹുൽ തയ്യാറായിട്ടില്ല. ഒപ്പം തന്നെ രാഹുലിനെതിരെ നിരവധി ചാറ്റുകളാണ് പല ആപ്ലിക്കേഷനുകളിൽ, അതിപ്പോൾ വാട്സപ്പ് ആണെങ്കിലും ടെലഗ്രാം ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും അങ്ങനെയൊക്കെ ഉള്ള പല പ്ലാറ്റ്ഫോമുകളിൽ നിന്നുള്ള രാഹുലിന്റെ ചാറ്റുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. ആ ചാറ്റുകളൊന്നും തൻ്റേതല്ല എന്ന് പറയാനും രാഹുൽ എവിടെയും തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും രാഹുലിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഇത്തരത്തിലുള്ള ഒരുപാട് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്തു എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണെന്നിരിക്കെ അത്തരം കാര്യങ്ങളിലൊന്നും രാഹുൽ മറുപടി പറയുന്നില്ല എന്ന് മാത്രമല്ല, നേതൃത്വം ഉൾപ്പെടെ ഇപ്പോൾ രാജിയുമായിട്ട് സമ്മർദ്ദം ചെലുത്തുമ്പോഴും പലതരത്തിലുള്ള ന്യായീകരണങ്ങളുമായിട്ട് പിടിച്ച് കടിച്ചു തൂങ്ങി നിൽക്കാനുള്ള ശ്രമങ്ങൾ വലിയ രീതിയിൽ നടത്തുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. പാലക്കാട് ജില്ലയിലെ തന്നെ കോൺഗ്രസ് നേതാക്കൾ, ഒരു വിഭാഗം നേതാക്കളൊക്കെ പോയി രാഹുലിനെ അടൂരിലെ വീട്ടിൽ പോയി സന്ദർശിച്ചിരുന്നു. അപ്പോഴും രാഹുൽ അവരോട് ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നത് പലതരത്തിലുള്ള ന്യായീകരണങ്ങളാണ്. ഈ ന്യായീകരണങ്ങൾ നിരത്തിക്കൊണ്ട് താൻ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാനുള്ള, അല്ലെങ്കിൽ ഇന്നലെ ഏറ്റവും ഒടുവിലായിട്ട് രാഹുൽ ഇത്രയും ദിവസം മിണ്ടാതിരുന്ന രാഹുൽ ഇന്നലെ ഒരു ഫേസ്ബുക്ക് കുറിപ്പുമായിട്ട് രംഗത്തെത്തിയിരുന്നു. അതിൽ ഈ രാഹുൽ ഗാന്ധി നടത്തുന്ന ഒരു യാത്രയുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ട്
രാഹുലിനെ കൂടെ കോട്ട് ചെയ്തുകൊണ്ട് തൻ്റെ ഒരു പോസ്റ്റ് എന്ന തരത്തിലാണ് ഇട്ടത്. അതിന് ചുവട്ടിൽ നിരവധി ആളുകൾ പലതരത്തിലുള്ള കമൻറ്റുകളുമായിട്ടൊക്കെ രംഗത്തെത്തുമ്പോൾ അതിനെ കോൺഗ്രസ് പ്രവർത്തകരോടായിട്ട് പറഞ്ഞു വെക്കുകയാണ്. താൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും തന്നെ ഒരുപാട് ക്രൂശിക്കുകയാണ്, താനൊരു ഇരയാണ്. എങ്ങനെയാണ് രാഹുൽ ഗാന്ധി അതേപോലെ താനും ഇരയാണ്. അതായത് രാഹുൽ ഗാന്ധിയെ ഒരു ഇരവാദിയായിട്ട് നമുക്കറിയാം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ്സുകാർ ചിത്രീകരിക്കുന്നത്. അതേ സമാന രീതിയിൽ തന്നെ ഈ രാഹുൽ തന്നെയും ഒരു ബിംബമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ താൻ എന്ത് തെറ്റ് ചെയ്താലും തന്നെ പ്രതിരോധിക്കണം, തനിക്ക് പിന്നാലെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണം എന്നൊക്കെ തരത്തിലുള്ള ധ്വനി മുഴക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ടാണ് രാഹുൽ ഏറ്റവും ഒടുവിൽ രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിൽ നിന്നൊക്കെ വ്യക്തമാവുന്നത് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ നേതൃത്വം, ഇപ്പോൾ ഒരു വിഭാഗം നേതൃത്വം രാഹുൽ രാജിവെക്കണം എന്നുള്ള ശക്തമായ നിലപാടിൽ നിൽക്കുമ്പോഴും രാഹുൽ രാജിവെക്കാൻ കൂട്ടാക്കുന്നില്ല എന്ന് മാത്രമല്ല, താൻ ചെയ്ത പ്രവർത്തികളൊക്കെ ന്യായീകരിച്ചുകൊണ്ട് താൻ ചെയ്തതൊന്നും ഒരു തെറ്റേയല്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഏതായാലും കോൺഗ്രസ് ഇനി ഇതിൽ എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ടും അറിയേണ്ടതായിട്ടുള്ളത്. കാരണം ഈ രമേശ് ചെന്നിത്തലയും കെ മുരളീധരനെയൊക്കെ പോലുള്ള ആളുകൾ ഇന്നലെ പറഞ്ഞ ആ പ്രതികരണം അത് മാറ്റിപ്പറയുമോ, അതല്ലെങ്കിൽ അവരുടെയൊക്കെ നിലപാടുകൾ എന്തായിരിക്കും? അതായത് ഈ വിഷയത്തിൽ ശക്തമായ നിലപാടിലേക്ക് സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള ആളുകൾ കടക്കുമോ? കാരണം KPCC ഉൾപ്പെടെ ഇന്നലെ കൈവിട്ടിട്ടും KPCCക്കൊന്നും ഈ ഒരു MLA ഇങ്ങനെ ആ MLA സ്ഥാനത്ത് കടിച്ചു തൂങ്ങുമ്പോൾ ഇനി അത്തരത്തിൽ നിൽക്കരുത്, രാജിവെച്ച് പോകുന്നതാണ് പാർട്ടിക്ക് നല്ലത് എന്ന് പറയുന്നതിന് വേണ്ടിയുള്ള ഒരു ആർജവം കാണിക്കുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഏതായാലും മിഥുൻ മുരളി ഒപ്പം ചേരുന്നുണ്ട് രാഹുലിന്റെ വീടിന് മുന്നിൽ നിന്ന്. മിഥുൻ, ഈ രാഹുൽ ഇന്നലെ ഒരു യാത്രാ നാടകം കളിച്ചിരുന്നു. വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു, തിരുവനന്തപുരത്തേക്ക് എന്ന് തോന്നിപ്പിക്കും വിധം. അതിനുശേഷം തിരികെ വീട്ടിലേക്ക് തന്നെ എത്തുന്നു. രാഹുൽ പുറത്തിറങ്ങിയാൽ പ്രതിഷേധവുമായി രംഗത്തെത്തുമെന്ന് നിലവിൽ പ്രതിഷേധിക്കുന്നവർ ആവർത്തിച്ചു പറയുന്നുമുണ്ട്. എന്താണ് അടൂരിലെ വീട്ടിന് മുന്നിൽ നിന്ന് നൽകാനാകുന്ന വിവരങ്ങൾ? കൃഷ്ണരാജ്, അടൂരിലെ വീട്ടിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടമുള്ളത്. രാഹുലിനെതിരെ ആരോപണമുയർന്ന് ഇന്ന് 6ാം ദിവസമാവുകയാണ്. ഇതുവരെ ഒരു ആരോപണത്തിൽ മാത്രമാണ് രാഹുലിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചത്, മറുപടി നൽകാൻ ശ്രമിച്ചത്. അത് ട്രാൻസ്ജെൻഡർ അവന്തികയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. മറ്റ് ആരോപണങ്ങളിൽ ഒന്നും രാഹുലിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു മറുപടിയും ഉണ്ടായിട്ടില്ല, വ്യക്തത വരുത്തിയിട്ടില്ല. ചോദ്യങ്ങളൊക്കെ അങ്ങനെ തന്നെ അവശേഷിക്കുകയാണ്. യാതൊരുവിധ മറുപടിയും നൽകാൻ ആകാതെ രാഹുൽ മാങ്കൂട്ടം ഒളിച്ചോടുന്ന കാഴ്ചയാണ് ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയപ്പോഴും കണ്ടത്. പ്രധാനമായും ഗർഭഛിദ്രം നടത്താൻ യുവതിയോട് പ്രേരിപ്പിക്കുന്നതും വധഭീഷണി മുഴക്കുന്നതടക്കമുള്ള ഓഡിയോ സന്ദേശങ്ങൾ പുറത്തു വന്നതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്കൊന്നും മറുപടി നൽകാൻ രാഹുൽ മാങ്കൂട്ടം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഇനി വരും ദിവസങ്ങളിൽ, അത് ഇന്ന് മുതലുള്ള ദിവസങ്ങളിൽ തനിക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾക്ക് താൻ കൃത്യമായി മറുപടി നൽകും, മാധ്യമങ്ങളിലൂടെ മറുപടി നൽകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം ഇന്നലെ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. അപ്പോൾ ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ, ഏതെങ്കിലും തരത്തിൽ പ്രതികരണം നടത്താൻ രാഹുൽ മാങ്കൂട്ടം തയ്യാറാകുമോ എന്നുള്ളതാണ് പ്രധാനമായും ഉറ്റുനോക്കുന്ന കാര്യം. ഇന്നലെ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ വാർത്താ സമ്മേളനത്തിന് ശേഷം MLA ബോർഡ് വെച്ച കാറിൽ രാഹുൽ മാങ്കൂട്ടവും സംഘവും അടൂരിലെ ഈ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്നു, തിരുവനന്തപുരം ഭാഗത്തേക്ക് സഞ്ചരിക്കുന്നു. അടൂർ കൊട്ടാരക്കര റോഡ് വഴി തിരുവനന്തപുരത്തേക്ക് എന്ന രീതിയിൽ തിരുവനന്തപുരം ഭാഗത്തേക്ക് സഞ്ചരിക്കുന്ന രാഹുൽ മാങ്കൂട്ടം പൊടുന്നനെ തന്നെ അല്പസമയത്തിനുള്ളിൽ തന്നെ തിരികെ വീട്ടിലേക്ക് മടങ്ങി വരികയും ചെയ്യുന്നു. മാധ്യമങ്ങളെ കബളിപ്പിക്കുകയായിരുന്നോ ലക്ഷ്യമെന്നത് പ്രധാനപ്പെട്ട സംശയമായി ഉയരുന്നു. അതുമാത്രമല്ല, ഈ MLA ബോർഡ് വെച്ച കാറിൽ അടൂരിൽ സ്വന്തം നാട്ടിൽ താൻ ഇറങ്ങി എന്നുള്ള ഒരു രാഷ്ട്രീയ സന്ദേശം നൽകാനായിരുന്നോ രാഹുൽ മാങ്കൂട്ടം ശ്രമിച്ചത് എന്നുള്ളതും പ്രധാനപ്പെട്ട ചോദ്യമായി, സംശയമായി നിലനിൽക്കുകയും ചെയ്യുന്നു. അടൂർ ഭാഗത്തേക്ക് സഞ്ചരിച്ച് പൊടുന്നനെ തന്നെയാണ് MLA ബോർഡ് വെച്ച കാറിൽ രാഹുലും ചില സുഹൃത്തുക്കളും, രാഹുലുമായി ബന്ധപ്പെട്ട അടുത്ത ചില സുഹൃത്തുക്കൾ രാഹുലിൻ്റെ ഈ വീട്ടിലുണ്ട്. മുഴുവൻ സമയവും രാഹുലിനോടൊപ്പം തന്നെ ഇങ്ങനെ ചില ആളുകൾ മാത്രമാണ്, കോൺഗ്രസ് പ്രവർത്തകരാണ് അവർ, രാഹുലിൻ്റെ സുഹൃത്തുക്കളാണ്, അവരാണ് ഈ വീട്ടിൽ മുഴുവൻ സമയവും ഉള്ളത്. അവരുമായിട്ടാണ് രാഹുൽ ഇന്നലെ പുറത്തേക്ക് പോവുകയും തിരികെ മടങ്ങി വരികയും ചെയ്തത്. അപ്പോൾ ഇങ്ങനെയൊരു രാഷ്ട്രീയ സന്ദേശം, താൻ നാട്ടിലിറങ്ങി എന്നുള്ള രാഷ്ട്രീയ സന്ദേശം നൽകാനാണോ രാഹുൽ മാങ്കൂട്ടം ശ്രമിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംശയമായി നിലനിൽക്കുകയും ചെയ്യുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീട് ഇപ്പോൾ പോലീസ് ബന്ദോബസ്തിലാണ്. കഴിഞ്ഞ 6 ദിവസമായി ഇങ്ങനെ തന്നെയാണ്. ബുധനാഴ്ച വൈകിട്ടാണ് ആദ്യ ആരോപണം ഉയർന്നതിന് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടം പാലക്കാട് നിന്നും ഈ വീട്ടിലേക്ക് എത്തുന്നത്. പല സ്വകാര്യ പരിപാടികളും രാഹുൽ മാങ്കൂട്ടത്തിന് പത്തനംതിട്ടയിൽ ഉണ്ടായിരുന്നു, പൊതുപരിപാടികൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഒഴിവാക്കി പിന്നീട് വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടുന്ന രാഹുൽ മാങ്കൂട്ടത്തെയാണ് കണ്ടത്. വീടിന് പുറത്തേക്ക് ഇന്നലെ പൊതുനിരത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടം അല്പസമയം ഇറങ്ങിയത് ഇന്നലെ വൈകുന്നേരം ആ വാർത്താ സമ്മേളനം കഴിഞ്ഞ സമയത്ത് മാത്രമാണ്. ഇവിടേക്ക് മുതിർന്ന ആളുകളൊന്നും തന്നെ, രാഷ്ട്രീയ നേതാക്കളൊന്നും തന്നെ രാഹുലിന്റെ ഈ വീട്ടിലേക്ക്, അടൂരിലെ നെല്ലിമുകളിലെ വീട്ടിലേക്ക് എത്തുന്നില്ല. ആകെ ഉള്ളത് മുരളിയിലേക്ക് വരാം. ഇടവേള കഴിയുമ്പോൾ ജിഷ്ണു കൃഷ്ണൻ കൂടി ഒപ്പം ചേരും. ഇടവേള. वकालका नंदिलक जिमातिल वकालका
ഗോപോ നന്ദിര ടി മാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ നേടാം ബമ്പർ സമ്മാനങ്ങളും കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടുകളും കൈമറിയ സമ്മാനങ്ങളും. ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ട്. ഗോപോ നന്ദില ടി മാർട്ട് കേരളത്തിൽ എല്ലായിടത്തും. കരമുണ്ടുകൾ കഥകളിയാടും നേരം, മലയാള മുണ്ടുകൾ കൊട്ടും താളം, പോലെ നീളൻ സദ്യ കൂട്ടുകൾ വേണം, തറികൾ നിറനിറയും പൂക്കോലം. രാംരാജ്, ഈ ഓണത്തിന്റെ വിശേഷമുണ്ട്. റിച്ച്മാക്സ് ഫിൻവെസ്റ്റ് പൊന്നിലൂടെ മുന്നേറും. ഇതെവിടുന്നാടാ? IBSൽ അമേരിക്കൻ PG ഡിപ്ലോമ കഴിഞ്ഞ് കരിയർ സെറ്റ് ആയപ്പോൾ ഞാൻ വിചാരിച്ചതാ അമ്മയ്ക്ക് സർപ്രൈസ് ഗിഫ്റ്റ്. ഇനി വെറുമൊരു ജോലിയല്ല, നല്ലൊരു കരിയറാണ് ലക്ഷ്യമെങ്കിൽ പഠിക്കൂ IBSലൂടെ. 36 വർഷങ്ങൾ, 1 കോടിയിലേറെ സംതൃപ്തരായ ഉപഭോക്താക്കൾ സാക്ഷ്യപ്പെടുത്തുന്നു. വിശ്വാസമാണ് പങ്കജ കസ്തൂരി, ആശ്വാസമാണ് ബ്രീത്ത് ഈസി. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്. Warrior Shirts and Warrior Vastra Ethnic Collections. Warrior for the warriors of life. ജയലക്ഷ്മി മഹാ ഓണം 2025 ഏറ്റവും ട്രെൻഡിയായ ഓണം കളക്ഷനുകൾ സ്വന്തമാക്കൂ. ഒപ്പം 100 പവന്റെ സ്വർണ്ണ സമ്മാനങ്ങളും. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന ആവശ്യം കോൺഗ്രസിനകത്ത് ശക്തമാകുന്നു. പക്ഷേ KPCC വലിയ പ്രതിരോധത്തിലാണ്. ജിഷ്ണു കൃഷ്ണൻ കൂടി ഒപ്പം ചേരുന്നുണ്ട്. ജിഷ്ണു, കഴിഞ്ഞ ദിവസം AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പറഞ്ഞത് രാഹുൽ രാജിവെക്കേണ്ടതില്ല, ഒരു പരാതിയും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നാണ്. അതായത് AICCക്കും KPCCയെ പോലെ ഈ വിഷയത്തിൽ കൃത്യമായൊരു നിലപാടെടുക്കാനാകുന്നില്ല എന്നാണോ? ഏത് രീതിയിൽ നടപടിയെടുക്കുമെന്ന ആശയക്കുഴപ്പം KPCCയെ പോലെ AICCക്കുമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ആദ്യഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത നടപടിയെടുക്കണം, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതോടൊപ്പം MLA സ്ഥാനവും രാജിവെപ്പിക്കണം എന്ന നിർദ്ദേശം AICC നൽകിയിരുന്നു. പിന്നീട് ഇന്നലെ തുടർച്ചയായി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് AICC നേതൃത്വവുമായി ഇത് സംബന്ധിച്ച് കൂടിയാലോചനകൾ നടത്തുകയും ആദ്യഘട്ടത്തിൽ AICC നിർദ്ദേശിച്ചത് ഈ വിഷയത്തിൽ കടുത്ത നടപടി രാഹുലിനെതിരെ വേണം, ഏത് രീതിയിൽ നടപടി സ്വീകരിക്കണം എന്ന് സംസ്ഥാനത്ത് KPCCയുടെ സംസ്ഥാന നേതൃത്വം കൂടിയാലോചനകൾ നടത്തി സംസ്ഥാനത്തെ സാഹചര്യം വിലയിരുത്തി തീരുമാനിക്കട്ടെ എന്നാണ് ഇന്നലെ AICC നേതൃത്വം നൽകിയ നിർദ്ദേശം. തുടർന്ന് മുതിർന്ന നേതാക്കൾ കൂടിയാലോചന നടത്തുകയും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് രാഹുൽ രാജിവെക്കും എന്ന കാര്യം AICC നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തു. പക്ഷേ രാജിക്ക് വഴങ്ങാൻ രാഹുൽ തയ്യാറായിട്ടില്ല. അത് മാത്രമല്ല, സംസ്ഥാനത്തെ തന്നെ ചില മുതിർന്ന നേതാക്കൾ, ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇപ്പോഴും രാഹുലിന് സംരക്ഷണമൊരുക്കി മുന്നിൽ നിൽക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അത് കാരണമാണ് രാഹുലിനെതിരെയുള്ള നടപടിയെടുക്കുന്നതിൽ KPCC നേതൃത്വത്തിലും AICCയിലും വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പം തുടരുന്നത്. അതോടൊപ്പം തന്നെ മുതിർന്ന നേതാക്കളായിട്ടുള്ള രമേശ് ചെന്നിത്തലയും K മുരളീധരനും ഉൾപ്പെടെയുള്ള നേതാക്കൾ AICC നേതൃത്വത്തോട് തന്നെ രാഹുലിനെതിരെ കടുത്ത നടപടി വേണം, MLA സ്ഥാനത്തുനിന്ന് രാജിവെക്കാനുള്ള നിർദ്ദേശം നൽകണം, അതല്ലെങ്കിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ അത് വലിയ പ്രചാരണ വിഷയമാകും എന്ന് ഇതിനോടകം AICC അറിയിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ രാജിവെക്കണം എന്ന പൊതു നിലപാട് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിനുണ്ട് എങ്കിൽ പോലും KPCCയിൽ നിന്ന് അത്തരത്തിലൊരു ശക്തമായ നിർദ്ദേശം മുൻപോട്ട് വരാതിരിക്കുകയും ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള ചില നേതാക്കൾ ഇപ്പോഴും രാഹുലിന് സംരക്ഷണമൊരുക്കി നിൽക്കുന്നതുമാണ് രാഹുലിനെതിരെയുള്ള നടപടി വൈകുന്നതിന് കാരണം എന്നാണ് മനസ്സിലാക്കേണ്ടത്. കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിൽ 9-ലധികം പരാതി കേരളത്തിൻ്റെ ചുമതലയിലുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ലൈംഗിക ആരോപണവുമായി ബന്ധപ്പെട്ടും അതല്ലാതെയും 9-ലധികം പരാതി ഇതിനു മുൻപേ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ദീപാദാസ് മുൻഷി പറഞ്ഞത് അങ്ങനെ പരാതികളൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ്. അതിനർത്ഥം ഈ വിവാദത്തിന് കുടപിടിക്കുന്നു AICCയും. കൃഷ്ണാജി ചൂണ്ടിക്കാട്ടിയതുപോലെ മുതിർന്ന നേതാക്കൾ, സംസ്ഥാനത്തു നിന്നുള്ള മുതിർന്ന നേതാക്കൾ, AICC നേതൃത്വത്തിൽ ശക്തമായി സമ്മർദ്ദം ചെലുത്താൻ സാധിക്കുന്ന നേതാക്കൾ, ഷാഫി പറമ്പലിനെ പോലുള്ള നേതാക്കൾ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ചു നിർത്തണം എന്ന ശക്തമായ നിലപാടെടുക്കുന്നതാണ് ഈ ഒരു ആശയക്കുഴപ്പത്തിനും ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണത്തിന് പിറകിൽ എന്ന് മനസ്സിലാക്കുന്നു. നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ പ്രകാരം കൃത്യമായി AICC നേതൃത്വത്തിന് ഈ വിഷയം ഉണ്ടായതിനു ശേഷവും, അതായത് ഇത്തരം വിവാദങ്ങൾ ഉണ്ടായതിനു ശേഷവും അതിനു മുൻപും രാഹുൽ മാങ്കൂട്ടത്തിൽ
മാങ്കൂട്ടത്തിനെതിരെ വ്യക്തമായ പരാതി ദീപാദാസ് മുൻഷിക്കും AICC നേതൃത്വത്തിലെ നേതാക്കൾക്കും ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് VD സതീശൻ ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് VD സതീശനും ഷാഫി പറമ്പിലും ഉൾപ്പെടെയുള്ള നേതാക്കൾ കൃത്യമായി ആ പരാതികൾ ഒതുക്കിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിച്ചു. നിലവിൽ വിവാദമാവുകയും ജനങ്ങൾക്ക് മുൻപിലേക്ക് ഈ വിഷയങ്ങൾ എത്തിയതോടെ VD സതീശൻ നിലവിൽ രാഹുലിനെ കഴിയൊഴിഞ്ഞ മട്ടാണ്. പക്ഷേ ഷാഫി പറമ്പിൽ ഉൾപ്പെടെ ഒരു വിഭാഗം നേതാക്കൾ ഇപ്പോഴും രാഹുലിനൊപ്പം നിൽക്കുന്നു. രാഹുൽ രാജിവെക്കുകയാണെങ്കിൽ സംഘടനാ തലത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളുടെ രാജി ഉണ്ടാകുമെന്ന ഭീഷണി മുഴക്കുന്നു. അത് കാരണം തന്നെ ഒരു ശക്തമായ നിലപാടെടുക്കാൻ KPCCക്ക് സാധിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം പ്രജിത്ത്, ഇതിപ്പോൾ വലിയ വിവാദത്തിൽപ്പെട്ട് വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് രാഹുൽ. നോക്കൂ, അതിനിടെ ഒത്തുതീർപ്പ് ശ്രമങ്ങൾ നടത്തുന്നുവെന്ന വാർത്തകൾ വരുന്നുണ്ട്. ഇടനിലക്കാരുപയോഗിച്ച് ഇരകളുമായി ഫോണിലോ അല്ലാതെയോ ബന്ധപ്പെട്ട് ഈ പ്രശ്നം എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കണം എന്ന് രാഹുൽ തീരുമാനിക്കുന്നുവെന്നോ? കൃഷ്ണരാജ്, കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വിവാദങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന വോയിസ് ക്ലിപ്പുകളൊക്കെ പുറത്തു വന്നതിന്റെ പിന്നാലെ വനിതാ കമ്മീഷൻ ഈ വിഷയത്തിൽ സ്വമേധ കേസെടുക്കുകയും DGPയുടെ റിപ്പോർട്ട് തരികയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൽ മറ്റൊരു നിയമപ്രശ്നമുള്ളത് ഈ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചടക്കമുള്ള വിഷയങ്ങൾ എന്ന് പറയുന്നത് സുവോട്ട പ്രകാരം പോലീസിന് കേസെടുക്കാവുന്ന വിഷയങ്ങളാണ്. അങ്ങനെ പോലീസ് കേസെടുക്കുകയാണ്. കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ഉണ്ടാകുമോ ഇല്ലയോ എന്ന് നോക്കിയാണ് ആ കേസെടുക്കുന്നതിന് വേണ്ടി സർക്കാർ വെയിറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് കൃത്യമായി അറിയാം. കാരണം ആ വിവാദം കത്തിച്ചു നിർത്തേണ്ടത് സർക്കാരിന്റെ ആവശ്യവുമാണ്. വനിതാ കമ്മീഷൻ നേരത്തെ PK ശശി ഒന്നും കാര്യത്തിൽ ഒരു കേസും എടുക്കില്ല എന്ന് പറഞ്ഞ വനിതാ കമ്മീഷൻ തന്നെയാണ് ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ സ്വമേധ കേസെടുത്തതെന്നുള്ള രാഷ്ട്രീയ പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. എന്തായാലും പോലീസ് അങ്ങനെ ഒരു കേസെടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഇരകളുടെ മൊഴി രേഖപ്പെടുത്തുകയും രാഹുൽ ഈ രീതിയിൽ ഗർഭചിത്രത്തിനടക്കം നിർബന്ധിച്ചു എന്നടക്കമുള്ള വസ്തുതകൾ പുറത്തു വരികയും ചെയ്യും. അങ്ങനെ വന്നാൽ അതൊരു ക്രിമിനൽ കുറ്റകൃത്യമാകുകയും രാഹുലിന് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇടനിലക്കാർ വഴി ഇപ്പോൾ ഈ ഇരകളെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു രാഹുൽ എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് സംബന്ധിച്ച് ഇരകളുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഇരകളെ ഇടനിലക്കാർ വഴിയാണ് ഒരു ബന്ധപ്പെടാനുള്ള ശ്രമം രാഹുൽ നടത്തുന്നത്. സ്വാഭാവികമായും ഒരു ക്രിമിനൽ നിയമ നടപടിയിലേക്ക് പോലീസ് പോകുന്നതിന് മുൻപ് ഇരകളെ സ്വാധീനിച്ച് തനിക്കെതിരായ മൊഴി ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്താനുള്ള ശ്രമമാണ് രാഹുൽ നടത്തുന്നത് എന്ന് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ പറയാം. ഇതിനൊപ്പം തന്നെയാണ് മറ്റ് രാഷ്ട്രീയ നീക്കങ്ങളിലേക്കും രാഹുൽ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും പ്രതിരോധം തീർത്ത് നേരത്തെ അവന്തികയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളതുപോലെ ഒരു മറു വോയിസ് ക്ലിപ്പ് പുറത്തുവിട്ടാണ് രാഹുൽ അവന്തിയുടെ കാര്യത്തിൽ ഒരു പ്രതിരോധം ഒരുക്കിയത്. അപ്പോൾ മറ്റു വിഷയങ്ങളിൽ ആ പ്രതിരോധത്തിൽ സാധിച്ചില്ലെങ്കിൽ അവരെ സ്വാധീനിച്ചെങ്കിലും ഒരു മൊഴി കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകാതെ ഒരു ക്രിമിനൽ കുറ്റകൃത്യത്തിലേക്ക് ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാനുള്ള ശ്രമമാണ് രാഹുലിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കൃഷ്ണരാജ, ശരി, രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന ആവശ്യം കോൺഗ്രസിനുള്ളിൽ ശക്തമാകുന്നു. പക്ഷേ കോൺഗ്രസിൽ KPCCയിലും AICCയിലും രണ്ടഭിപ്രായമാണ്. പുറത്താക്കണോ അതോ ചേർത്തു പിടിക്കണോ എന്ന ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. അത് ആ പാർട്ടിക്കുള്ളിൽ വലിയ പ്രശ്നമുണ്ടാക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിനിടെ രാഹുൽ ഈ ഇടനിലക്കാരെ വെച്ച് ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ ഇരകളുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ മുരളി, അരുൺ ആലത്തൂർ, ജിഷ്ണു കൃഷ്ണൻ, ഒപ്പം പ്രജിത് മോഹൻ. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ സംസ്ഥാന സർക്കാർ നടത്താൻ പോകുന്ന ഹിന്ദുവിരുദ്ധ സമ്മേളനത്തിനെതിരെ പ്രതിഷേധം കനക്കുന്നു. ഹൈന്ദവ വിരുദ്ധ നിലപാടുള്ള തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനെ ഭക്തസംഗമത്തിന്റെ മുഖ്യാതിഥിയായി ക്ഷണിച്ചതിന് പിന്നിൽ ഹൈന്ദവ വിശ്വാസികളോടുള്ള സർക്കാരിന്റെ വെല്ലുവിളിയാണെന്ന് ആക്ഷേപമുണ്ട്. ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തരെ കബളിപ്പിച്ച് പണം സമാഹരിക്കാനാണ് സർക്കാർ നീക്കമെന്നും വിമർശനമുണ്ട്. വിവരങ്ങളുമായി മിഥുൻ മുരളി ഒപ്പം ചേരുന്നു. മിഥുൻ, ഈ അയ്യപ്പ ഭക്ത സംഗമം എന്ന പേരിൽ വിശ്വാസികളെ വെല്ലുവിളിക്കുന്ന പരിപാടിയുമായി സർക്കാർ മുന്നോട്ടു പോകുന്നു. ഹൈന്ദവ വിരുദ്ധ നിലപാടുള്ള തമിഴ്നാട് മുഖ്യമന്ത്രി അതിന് ക്ഷണിക്കുന്നു. അങ്ങനെ വീണ്ടും അയ്യപ്പ ഭക്തരെ, വിശ്വാസികളെ അവഹേളിക്കുന്നു സർക്കാർ. കൃഷ്ണരാജ്, ഹൈന്ദവ വിശ്വാസത്തോടുള്ള അവഹേളനം, വെല്ലുവിളി ഇതൊക്കെ തുടർക്കഥയായി സംസ്ഥാന സർക്കാർ, ഇടത് സർക്കാർ കൊണ്ടുപോകുന്നു എന്നതിൻ്റെ മറ്റൊരു ഉദാഹരണമായി മാറുകയാണ് സെപ്റ്റംബർ 20 പമ്പ മണപ്പുറത്ത് സർക്കാർ നടത്താൻ പോകുന്ന അയ്യപ്പ ഭക്ത സംഗമം. ആഗോള അയ്യപ്പ ഭക്ത സംഗമം എന്ന പേരിൽ സർക്കാർ നടത്താൻ പോകുന്നത് ഹിന്ദു വിരുദ്ധ സംഗമമാണ് എന്നതിൻ്റെ വിമർശനത്തിൻ്റെ ഉദാഹരണമായി മാറുകയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനെ ഈ അയ്യപ്പ ഭക്ത സംഗമത്തിൻ്റെ മുഖ്യ അതിഥിയായി ക്ഷണിച്ചു എന്നുള്ളത്. ഹൈന്ദവ വിരുദ്ധ നിലപാടുകളാണ് MK സ്റ്റാലിൻ നിരന്തരമായി സ്വീകരിക്കുന്നത്.
പറയുന്നത്. അദ്ദേഹത്തിന്റെ പാർട്ടി DMK-യും പലപ്പോഴും ഹൈന്ദവ വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്നു. ഇത് സംബന്ധിച്ചിട്ടുള്ള പരാമർശങ്ങൾ ഇവരുടെ നേതാക്കളുടെ ഭാഗത്തുനിന്ന് നിരന്തരമായി ഉണ്ടാകുന്നു. ഉദയനിധി സ്റ്റാലിൻ സനാതന ധർമ്മത്തെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യണം എന്ന് പറഞ്ഞത് വലിയ വിവാദമായി നിലനിൽക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായതാണ്. വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായതാണ്. ഹൈന്ദവ വിശ്വാസങ്ങളെ ഉന്മൂലനം ചെയ്യണം, ഹൈന്ദവ വിശ്വാസികൾക്കെതിരെയുള്ള വെല്ലുവിളികൾ നിരന്തരം നടത്തുന്ന ഉദയനിധി സ്റ്റാലിനെ നേരിട്ട് സർക്കാർ ക്ഷണിക്കുകയും ഈ പരിപാടിയുടെ മുഖ്യ അതിഥിയായി പങ്കെടുപ്പിക്കാനുള്ള നീക്കം നടത്തുകയും ഒക്കെ ചെയ്യുന്നത് ഹൈന്ദവ വിശ്വാസികളോട്, അയ്യപ്പ ഭക്തരോടുള്ള വെല്ലുവിളിയാണ്, അവഹേളനമാണ്. സർക്കാർ ഇതുവരെ തുടർന്നു പോന്നിരിക്കുന്ന ഹൈന്ദവ വിശ്വാസത്തെ, അയ്യപ്പ ഭക്തരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന ആ തുടർ നീക്കങ്ങളുടെ ഒരു ഭാഗമായി തന്നെയാണ് ഇതിനെയും സമീപിക്കാനാകൂ എന്നുള്ളതാണ് വിശ്വാസികൾ, ഹൈന്ദവ സംഘടനകൾ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം. സെപ്റ്റംബർ 20-നാണ് അയ്യപ്പ സംഗമം എന്ന പേരിൽ സർക്കാർ പമ്പ മണപ്പുറത്ത് അയ്യപ്പ സംഗമം നടത്താൻ പോകുന്നത്. വ്യാപകമായ വിമർശനം തുടക്കം മുതലേ ഉയർന്നതാണ്. ഹിന്ദു ഐക്യവേദി, വിശ്വ ഹിന്ദു പരിഷത്ത് അടക്കമുള്ള പ്രധാനപ്പെട്ട ഹൈന്ദവ സംഘടനകളെല്ലാം ഇതിനെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്തുണ്ട്. പ്രധാനമായും ഈ പരിപാടി നടത്താൻ ഉദ്ദേശിക്കുന്ന ആ തീരുമാനത്തിൽ പോലും ഹൈന്ദവ സംഘടനകളുമായി കൂടിയാലോചനകൾ സർക്കാർ നടത്തിയിട്ടില്ല എന്നുള്ളതായിരുന്നു ആദ്യം മുതലേ ഹൈന്ദവ സംഘടനകൾ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം. 3000-ഓളം പേരെ ഈ പരിപാടിയിൽ, ലോകമെമ്പാടുമുള്ള 3000-ഓളം ആളുകളെ ഈ പരിപാടിയിലേക്ക് സർക്കാർ പങ്കെടുപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ആരൊക്കെയാണ്, ഏതൊക്കെ സംഘടനകളാണ്, ഏതൊക്കെ പ്രധാനപ്പെട്ട പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ പോലും വ്യക്തത സംസ്ഥാന സർക്കാർ ഇതുവരെ വരുത്തിയിട്ടില്ല. ഹിന്ദു ഐക്യവേദിയും വിശ്വ ഹിന്ദു പരിഷത്തും അടക്കമുള്ള പ്രധാനപ്പെട്ട ഹൈന്ദവ സംഘടനകൾ ആദ്യം മുതൽ തന്നെ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങൾ, വിമർശനങ്ങൾ ഇങ്ങനെയാണ്. ഒന്ന്, പണസമാഹരണം നടത്തുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ നടത്തുന്ന ഒരു തട്ടിപ്പാണ്, ഗിമ്മിക്കാണ് ആഗോള അയ്യപ്പ സംഗമം എന്നുള്ളതാണ്. ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തരെ കബളിപ്പിച്ചുകൊണ്ട്, അയ്യപ്പ സ്വാമിയെ മുന്നിൽ നിർത്തിക്കൊണ്ട്, ശബരിമലയെ ഒരു വിപണന മൂല്യമുള്ള ഒരു കേന്ദ്രമാക്കി മാറ്റിക്കൊണ്ട് ലോകമെമ്പാടും നിന്നും പണം സമാഹരിക്കുന്നുള്ള, പ്രത്യേകിച്ച് വിദേശ നാണയം സമാഹരിക്കുന്നതിനുള്ള നിക്ഷേപ സംഗമമായി മാറിയേക്കും എന്ന ആശങ്കയാണ് പങ്കുവയ്ക്കപ്പെടുന്നത് അല്ലേ? പ്രധാന വിമർശനം, ഹൈന്ദവ സംഘടനകൾ മുന്നോട്ട് വെക്കുന്ന പ്രധാന വിമർശനങ്ങൾ, പല ആരോപണങ്ങൾ, വിമർശനങ്ങൾ ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം ഇത് തന്നെയാണ്. ലോകമെമ്പാടുമുള്ള മലയാളികളെ കബളിപ്പിച്ചുകൊണ്ട് ഒരു കേരള സഭ നേരത്തെ കേരള സർക്കാർ നടത്തിയത് കണ്ടതാണ്. സമാനമായി തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അയ്യപ്പസ്വാമിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഭക്തരുടെ പണം സമാഹരിക്കുന്നതിനുള്ള, ഫണ്ട് തട്ടിപ്പ് നടത്തുന്നതിനുള്ള, പ്രത്യേകിച്ച് വിദേശ മലയാളികളെ, ശ്രീലങ്ക അടക്കമുള്ള, UK അടക്കമുള്ള വിവിധ രാജ്യങ്ങൾ ശബരിമലയെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ ആ രാജ്യങ്ങളിലുള്ള ഭക്തരുടെ കയ്യിൽ നിന്നും പണം തട്ടിയെടുക്കുന്നതിനുള്ള ഒരു ശ്രമമാണ്, നീക്കമാണ്, ഗൂഢലക്ഷ്യമാണ് ഇതിന് പിന്നിലുള്ളത് എന്നുള്ളതാണ് ഹൈന്ദവ സംഘടനകൾ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. രണ്ടാമത് ആരോപണം, തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്നു. ഹൈന്ദവ വോട്ടുകളിൽ കണ്ണുവെച്ചുകൊണ്ടുള്ള സർക്കാരിൻ്റെ ഒരു ഗിമ്മിക്കാണ്, നാടകമാണ് ഈ പ്രവർത്തനം എന്നുള്ളതാണ്, ഈ പ്രവൃത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഹൈന്ദവ സംഘടനകൾ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. ഹൈന്ദവ സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് ഈ കേരളത്തിലെമ്പാടും നേരത്തെ ഹൈന്ദവ സംഘടനകൾ, അയ്യപ്പ ഭക്ത സംഘടനകൾ അയ്യപ്പ ഭക്തരുടെ ക്ഷേമത്തിന് വേണ്ടി ഈ സമാനമായ രീതിയിലുള്ള സംഗമങ്ങൾ നടത്തിയിരുന്നു. അത് പത്തനംതിട്ട ജില്ലയിലും മറ്റു പല ഭാഗങ്ങളിലും ഹൈന്ദവ സംഘടനകൾ നേരത്തെ നടത്തിയതാണ്. അന്ന് സർക്കാരിനോട് ഇതുമായി ഉണ്ടോ എന്ന ഹൈന്ദവ സംഘടനകൾ ചോദിക്കുമ്പോൾ അതിനെയൊക്കെ നിരാകരിച്ചു കളയുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അന്നുണ്ടായത്. മാത്രമല്ല, ഈ വിശ്വാസങ്ങളെയെല്ലാം തല്ലി തകർക്കുന്ന സമീപനം സ്വീകരിച്ച, അത്തരത്തിലുള്ള സംഗമങ്ങളെയെല്ലാം പുച്ഛിച്ചു തള്ളിയ സംസ്ഥാന സർക്കാർ ഇപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു പ്രഹസനവുമായി ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് ഹൈന്ദവ സംഘടനകൾ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ശബരിമല കേന്ദ്രീകരിച്ചുകൊണ്ട് വിവിധ അയ്യപ്പ സംഘടനകൾ ഭക്തർക്ക് കൂട്ടിരുന്നുകൊണ്ട് ഭക്തർക്ക് അന്നദാന വിതരണവും ഭക്തർക്ക് കുടിവെള്ള വിതരണവും ഒക്കെയായി കഴിഞ്ഞ കാലം വരെ സജീവമായി ഉണ്ടായിരുന്നു. പക്ഷേ ഇടത് സർക്കാർ അധികാരമേറ്റതിന് ശേഷം ഈ സംഘടനകളെയെല്ലാം, അയ്യപ്പ ഭക്ത സംഘടനകളെയെല്ലാം ശബരിമലയിൽ നിന്ന് പൂർണ്ണമായും തുടച്ചു നീക്കുന്നതിനുള്ള നീക്കം നടക്കുന്നുണ്ട്. പല സംഘടനകളെയും ഇപ്പോൾ തന്നെ ശബരിമലയിൽ നിന്നും പൂർണ്ണമായും നീക്കി ദേവസ്വം ബോർഡ് നേരിട്ട് അന്നദാനം, കുടിവെള്ള വിതരണം മുതലായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അയ്യപ്പ സംഘടനകളെ പൂർണ്ണമായും ശബരിമലയിൽ നിന്ന് നീക്കിക്കൊണ്ട് ദേവസ്വം ബോർഡ് നേരിട്ട്, സർക്കാർ നേരിട്ടുകൊണ്ട് ഈ അധികാരങ്ങൾ, നിയന്ത്രണങ്ങൾ ഏറ്റെടുക്കുന്നതിനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായും ഉയർന്നു വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും പൂർണ്ണമായും ഹൈന്ദവ സംഘടനകൾ ഈ ഒരു സമ്മേളനത്തെ തള്ളിക്കളയുകയാണ്. ഒപ്പം തന്നെ BJPയും പ്രതിഷേധവുമായി രംഗത്തുണ്ട്. ഫണ്ട് തട്ടിപ്പാണ് ഉദ്ദേശിക്കുന്നത്. ഹൈന്ദവ സംഘടനകളുമായി കൂടിയാലോചനകൾ നടത്തുന്നില്ല. 3000-ഓളം പേരെ പങ്കെടുപ്പിക്കുമെന്ന് പറയുന്നു. പക്ഷേ അത് ആരൊക്കെയാണ്, ഏതൊക്കെ സംഘടനകളാണ്, പ്രധാനപ്പെട്ട പ്രതിനിധികൾ ആരൊക്കെയാണ്, ഇത് കാര്യങ്ങൾ സംബന്ധിച്ച് വ്യക്തത വരുത്തുന്നില്ല. നേരത്തെ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഹൈന്ദവ വിശ്വാസികൾക്ക് മുകളിൽ സംസ്ഥാന സർക്കാർ ഭക്തരെ വെല്ലുവിളിക്കുന്നു, ഭക്തരെ കൊള്ളയടിക്കാൻ ശ്രമിക്കുന്നു. ഹിന്ദു വിരുദ്ധത ആവർത്തിച്ച് പറയുന്ന തമിഴ്നാട് മുഖ്യമന്ത്രിയെ സമ്മേളനത്തിന് എത്തിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ അപ്പാടെ ദുരൂഹമാണ് ഈ ഭക്തസംഗമം എന്ന പേരിൽ നടത്താനിരിക്കുന്ന പരിപാടി. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ മുരളി.
നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ സീറ്റ് സ്വന്തമാക്കാനുള്ള കരുനീക്കവുമായി സന്ദീപ് വാര്യർ. എന്നാൽ ഒറ്റക്കെട്ടായി ഈ നീക്കത്തെ ചെറുക്കാനാണ് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളുടെ തീരുമാനം. തൃശൂർ നിയോജക മണ്ഡലത്തിൽ അനർഹമായി സീറ്റ് നേടിയാൽ ഏതു വിധേനയും കാലുവാരൻ തന്നെയാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെ ആലോചന. കഴിഞ്ഞ ദിവസം തൃശൂർ DCC ഓഫീസിൽ നടന്ന യോഗത്തിലാണ് സന്ദീപ് വാര്യർക്കെതിരെ പരസ്യ വിമർശനവുമായി ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നത്. തൃശൂർ ജില്ലയിൽ മത്സരിക്കാനുള്ള മോഹവുമായിട്ടാണ് സന്ദീപ് വാര്യർ പരിപാടികളിലേക്ക് എത്തുന്നതെന്ന് ഒരു വിഭാഗം നേതാക്കൾ പറഞ്ഞു. തൃശൂർ ജില്ലയിലെ പരിപാടികളിൽ പോലും സന്ദീപ് വാര്യർക്ക് സീറ്റ് നൽകരുതെന്നും നേതാക്കൾ തുറന്നടിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സീറ്റ് ചർച്ചകളും മുന്നൊരുക്കങ്ങളും ആരംഭിക്കാനിരിക്കെയാണ് സന്ദീപ് വാര്യരുടെ മോഹങ്ങളെ മുളയിലെ നുള്ളാൻ തൃശൂരിലെ കോൺഗ്രസുകാർ രംഗത്തെത്തിയിരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് സന്ദീപ് വാര്യർ BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനെ തൃശൂരിൽ മത്സരിക്കാൻ വെല്ലുവിളിച്ചതും തൃശൂർ മോഹമുള്ളതുകൊണ്ടാണെന്നും നേതാക്കൾ യോഗത്തിൽ വ്യക്തമാക്കി. തൃശൂർ ജില്ലയിലെ ഓരോ സീറ്റുകളിലേക്കും കോൺഗ്രസിലെ നിരവധി നേതാക്കളാണ് കണ്ണുനട്ടിരിക്കുന്നത്. സന്ദീപ് വാര്യരുടെ കടന്നുവരവ് ഇവരുടെയൊക്കെ ആഗ്രഹങ്ങളുടെ കടക്കിൽ കത്തിവെക്കുമോ എന്ന ആശങ്കയിൽ നിന്നാണ് DCC യോഗത്തിലെ തുറന്നു പറച്ചിലുകളിലേക്കും ആരോപണങ്ങളിലേക്കും വഴിവെച്ചിട്ടുള്ളത്. സന്ദീപ് വാര്യർക്ക് നേതൃത്വം തൃശൂരിൽ സീറ്റ് നൽകിയാൽ കോൺഗ്രസിനുള്ളിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന കാര്യം ഇതോടെ ഉറപ്പായി. ജനം, തൃശൂർ. കണ്ണൂർ കല്യാട്ടെ മോഷണം നടന്ന വീട്ടിലെ യുവതി കൊല്ലപ്പെട്ട സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. വായിൽ തിരുകിയ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചാണ് യുവതിയെ കൊലപ്പെടുത്തിയത്. ക്വാറികളിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് ഡിറ്റനേറ്ററാണ് പൊട്ടിത്തെറിച്ചതെന്നാണ് സൂചന. കർണാടക സാലിഗ്രാമത്തിലെ ലോഡ്ജിൽ വെച്ചായിരുന്നു ദർശിത കൊല്ലപ്പെട്ടത്. ദർശിതയുടെ സുഹൃത്ത് സിദ്ധരാജുവിനെ കർണാടക പോലീസ് കസ്റ്റഡിയിലെടുത്തു. ദർശിതയുടെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് 30 പവൻ സ്വർണവും 4 ലക്ഷം രൂപയും കാണാതായി. വിവരങ്ങളുമായി മിഥുൻ പിള്ള ഒപ്പം ചേരുന്നു. മിഥുൻ, ഇത് വല്ലാത്തൊരു ക്രൂര കൊലപാതകമായി പോയി. അതായത് അടിമുടി ദുരൂഹതയുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും കൃഷ്ണ, ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കണ്ണൂർ കല്യാട്ടെ ഈ വീട്ടിൽ ഒരു മോഷണം നടന്നത്. അതായത് ഈ ഭർത്താവിന്റെ അമ്മയും സഹോദരനും ഒക്കെ വീട്ടിന് പുറത്തേക്ക് പോയ സമയത്ത് ആണ് ഈ മോഷണം നടന്നതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇതിന് പിന്നാലെ ഈ മകന്റെ ഭാര്യയായ കർണാടക സ്വദേശി ദർശിതയെ വീട്ടിൽ നിന്ന് കാണാതാവുകയും ചെയ്തിരുന്നു. ഇവരെ പലതവണ നാട്ടിൽ നിന്ന് ആളുകൾ വിളിക്കുകയും ചെയ്തെങ്കിലും അവരെ ബന്ധപ്പെടാൻ വേണ്ടി സാധിച്ചിരുന്നില്ല. ഇതിനിടയിലാണ് കർണാടക സാലിഗ്രാമത്തിലെ ഒരു ലോഡ്ജ് മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന വിവരം വീട്ടുകാർക്ക് ലഭിക്കുന്നത്. ഇയാളുടെ ഈ ദർശിത എന്ന് പറയുന്ന പെൺകുട്ടിയുടെ സുഹൃത്തിനെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ദർശിത സുഹൃത്തായ സിദ്ധരാജു ആണ് ഇപ്പോൾ കർണാടക പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. അതായത് വീട്ടിൽ നിന്ന് സ്വർണവും പണവുമായി ദർശിത പോയി എന്നൊരു വിലയിരുത്തലാണ് പൊതുവെ ഉള്ളത്. ഇത് ഈ സുഹൃത്തുമായി ഇത് വീടും വെക്കുന്നതിനെ സംബന്ധിച്ചുള്ള തർക്കമാണോ, അതോ ഈ സ്വർണം ഒറ്റയ്ക്ക് സ്വന്തമാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ദർശിതയെ സുഹൃത്ത് കൊലപ്പെടുത്തിയതാണോ എന്നൊരു സംശയം കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ ലോഡ്ജ് മുറിയിൽ വെച്ച് വായുഭാഗം തകർന്ന നിലയിൽ ചോര വലിപ്പിക്കുന്ന നിലയിലാണ് ഈ ദർശിതയുടെ മൃതദേഹം പോലീസ് കണ്ടെത്തിയത്. ഈ വായു ഡെറ്റനേറ്റർ വെച്ച് പൊട്ടിച്ചാണ് ദർശിതയെ കൊലപ്പെടുത്തിയെന്നൊരു പ്രാഥമിക നിഗമനമാണ് നിലവിലുള്ളത്. ദർശിതയുടെ വീട്ടിൽ നിന്ന് 30 പവൻ സ്വർണ്ണം ഏതാണ്ട് 5 ലക്ഷം രൂപയോളമാണ് കാണാതായത്. ഈ സംഭവത്തിൽ ഒരു ദുരൂഹത നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് പറയേണ്ടത്. അതിലും ഈ ദർശിതയുടെ സുഹൃത്തായ സിദ്ധരാജുവിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള നിലപാടിലാണ് ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്ന ഇരിക്കൂർ പോലീസ് ഉള്ളത്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട വ്യക്തത വരണമെങ്കിൽ ഈ സുഹൃത്തിനെ ചോദ്യം ചെയ്യണമെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ശരി. കണ്ണൂർ കല്യാട്ടെ മോഷണം നടന്ന വീട്ടിലെ യുവതി കൊല്ലപ്പെട്ട സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ പിള്ള. കോഴിക്കോട് രാമനാട്ടുകരയിൽ ബംഗാളിയായ 15-കാരിയെ പീഡിപ്പിച്ച സംഭവത്തിൽ പ്രതി ഒരാൾ മാത്രമെന്ന പോലീസ് വാദം തള്ളി പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ കുടുംബം. കുട്ടിയെ അകാരണമായി കുടുംബത്തിൽ നിന്ന് മറയ്ക്കുകയാണെന്നും കുട്ടിയുടെ കുടുംബം പറഞ്ഞു. കേസിലെ മുഖ്യപ്രതിയെ പിടികൂടാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. വിവരങ്ങളുമായി അനഘ ഹർഷൻ ഒപ്പം ചേരുന്നു. അനഘ, അതായത് ഒരാൾ മാത്രമാണ് കുട്ടിയെ പീഡിപ്പിച്ചത് എന്ന വാർത്ത തള്ളുകയാണ്, എന്നാൽ പോലീസിന്റെ വാദം തള്ളുകയാണ് കുടുംബം. മറ്റൊന്ന്, ഈ അകാരണമായി കുടുംബത്തിൽ നിന്ന് മറച്ചു പിടിക്കുന്നു ഈ കുട്ടിയെ, അതായത് കുട്ടിയെ ചോദ്യം ചെയ്ത രീതിയോ അല്ലെങ്കിൽ കുട്ടിയെ എന്തുകൊണ്ട് മറച്ചു പിടിക്കുന്നു എന്ന ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്. എന്താണ് വിശദാംശങ്ങൾ?
കൃഷ്ണരാജ്, ഈ കേസുമായി ബന്ധപ്പെട്ട അടിമുടി ദുരൂഹതയാണ് നിലനിൽക്കുന്നത്. അതായത് കുട്ടിയുടെ ഈ 15 വയസ്സുകാരിയുടെ കുടുംബം പറയുന്ന കഥയുടെ വിപരീതമായൊരു കഥയാണ് പോലീസ് പറയാൻ ശ്രമിക്കുന്നത്. അതായത് ഈ 19-ാം തീയതി കുട്ടിയെ കാണാതാകുന്നു. അതിനുശേഷം തൊട്ടടുത്ത ദിവസം ഒരു 4 അംഗ സംഘടമടങ്ങുന്ന ആളുകൾ ഒരു കാറിൽ ഈ കുട്ടിയുടെ വീടിനടുത്ത് കൊണ്ടുവിടുന്നു. അതിനുശേഷം ആ പ്രദേശത്തുള്ള ആളുകളൊക്കെ തന്നെ ഈ കുട്ടിയെ കണ്ടിട്ടുണ്ട്. ദേഹമാസകലം മുറിവേറ്റ് ചോരയൊലിപ്പിച്ച നിലയിലായിരുന്നു പെൺകുട്ടി. ഈ പെൺകുട്ടിയാണ് അന്ന് മാതാപിതാക്കളോടും അതുപോലെ തന്നെ ചുറ്റും കൂടി നിന്നവരോടും തന്നെ ഇത്തരത്തിൽ ബലാത്സംഗത്തിന് ഇരയാക്കി 4-ലധികം പേരുണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പെൺകുട്ടിയാണ് ഈ മാതാപിതാക്കളോടും അവിടെ കൂടി നിന്നവരോടും ഒക്കെ തന്നെ അന്ന് പറഞ്ഞിരുന്നത്. തനിക്ക് മയക്കുമരുന്ന് നൽകി എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്ന് പെൺകുട്ടി പറഞ്ഞിരുന്നു. ആ സമയത്ത് തന്നെയാണ് അവിടെ ഉണ്ടായിരുന്ന വനിതാ പോലീസ് ആ ഭാഗത്തുണ്ടായിരുന്നു. അവരെത്തി ഈ പെൺകുട്ടിയെ അവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്തു. പക്ഷേ അങ്ങനെ കൊണ്ടുപോയതിനു ശേഷം ഇതുവരെ ഈ പെൺകുട്ടിയെ മാതാപിതാക്കളെ കാണിച്ചില്ല, അവരോട് സംസാരിക്കാൻ അനുവദിച്ചില്ല. ഇതിപ്പോൾ മാതാപിതാക്കൾ പറയുന്നത് തങ്ങൾക്ക് തങ്ങളുടെ കുട്ടിയെ കാണണം, എന്തുകൊണ്ടാണ് പോലീസ് തങ്ങളിൽ നിന്ന് കുട്ടിയെ മറയ്ക്കുന്നത് എന്നൊരു ചോദ്യമാണ് ഈ പെൺകുട്ടിയുടെ കുടുംബം ചോദിക്കുന്നത്. എന്നാൽ പോലീസ് പറയുന്നത് ഈ പെൺകുട്ടി ബലാത്സംഗത്തിനാൽ, അതായത് ബലാത്സംഗത്തിന് ഇരയായിട്ടില്ല, പെൺകുട്ടിയുടെ ആൺസുഹൃത്ത് മാത്രമാണ് പെൺകുട്ടിയെ പേടിപ്പിച്ചിരിക്കുന്നത് എന്ന് മാത്രമാണ്. പക്ഷെ അപ്പോൾ പോലും ഈ കഥയിൽ ഈ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടുള്ള വെറും 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ ഈ പ്രതിയായിട്ടുള്ള റിയാസ് എന്ന് പറയുന്ന ആളെ പിടികൂടാൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതാണ്. മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മളടക്കം പോലീസിനോട് ചോദിച്ചതാണ്, എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ക്രിമിനൽ കുറ്റം ചെയ്തിരിക്കുന്ന ഇത്തരത്തിലൊരു കാര്യം ചെയ്ത ഈ റിയാസ് എന്ന് പറയുന്ന 28 വയസ്സുള്ള ആളുടെ ഫോട്ടോയോ മറ്റു വിവരങ്ങളോ ഒന്നും തന്നെ ഇതുവരെ രാമനാട്ടുകര പോലീസ് പുറത്തുവിട്ടിട്ടില്ല. അതിലെന്തുകൊണ്ടാണ് ഒരു ദുരൂഹത? ഇതിനോടകം തന്നെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിപ്പിക്കേണ്ടതാണ്. പക്ഷെ അതൊന്നും തന്നെ ചെയ്തിട്ടില്ല. അതിലൊരു ഒളിച്ചുകളി പോലീസ് നടത്തുന്നുണ്ടോ എന്ന് സംശയിക്കുന്നതിൽ തെറ്റില്ല. കാരണം ആരെയോ സംരക്ഷിക്കാനുള്ള ഒരു നടപടി അത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ട്. നിലവിൽ പോലീസ് ഈ റിയാസിന്റെ സുഹൃത്തിനെ മാത്രമാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. എന്തുകൊണ്ട് റിയാസിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നൊരു ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ഇന്നലെ ഈ പെൺകുട്ടി പീഡനത്തിന് ഇരയായി എന്ന് പറയുന്ന കെട്ടിടത്തിലെ CCTV ദൃശ്യം ഈ റിയാസിന്റെ സുഹൃത്തിന്റെ വീട്ടിലെ കിണറിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട നഗ്ന ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ തന്നെ ആ ഹാർഡ് ഡിസ്കിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അത് ഇന്നലെ ഈ സ്കൂബ ഡൈവിംഗ് സംഘമൊക്കെ എത്തി ഈ റിയാസിന്റെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിമിനൽ എന്ന് പറയുന്ന ഈ റിയാസിനെ കുറിച്ച് അയാളുടെ ഫോട്ടോ പുറത്തുവിടാൻ എന്തുകൊണ്ടാണ് അന്വേഷണ സംഘം തയ്യാറാകാത്തത്? അത് ദുരൂഹമാണ്. മറ്റൊന്ന്, ഈ പെൺകുട്ടിയെ ഇത്ര ദിവസമായിട്ടും ഈ കുട്ടിയുടെ കുടുംബത്തിന്, ഈ മാതാവിന് ഒന്ന് കാണാനുള്ള ഒരു അനുവാദം പോലീസ് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? ഈ ചോദ്യങ്ങൾക്കൊന്നും തന്നെ പോലീസിന്റെ കയ്യിൽ മറുപടിയില്ല. ഈ സംഭവം മനുഷ്യമൃഗത്തെ ഇനിയും പിടികൂടാനായില്ല. മറ്റൊന്ന്, ഈ കുട്ടിയെ എന്തിനു മറച്ചു പിടിക്കുന്നു? 2 ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ്. അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്. വീണ്ടും ഇടവേള. വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തെന്ന കേസിൽ റാപ്പർ വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. കേസിൽ വേടനെതിരെ കൂടുതൽ തെളിവുകൾ ഉണ്ടെങ്കിൽ ഹാജരാക്കാൻ പരാതിക്കാരിക്ക് കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ഇതുപ്രകാരം കൂടുതൽ തെളിവുകൾ പരാതിക്കാരി ഇന്ന് ഹാജരാക്കിയേക്കും. വിവരങ്ങളുമായി നിഷ ദിലീപ് ഒപ്പം ചേരുന്നു. നിഷ, പറയൂ. വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തു എന്ന കേസിലാണ് റാപ്പർ വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കുന്നത്. ഇതിൽ പരാതിക്കാരിയായ യുവതിയുടെ വാദം, വേടനെതിരെ എന്തെങ്കിലും കൂടുതൽ തെളിവുകളുണ്ടെങ്കിൽ അത് ഹാജരാക്കാനായി കോടതി പരാതിക്കാരിയോട് ആവശ്യപ്പെട്ടിരുന്നു. അതനുസരിച്ച് ഇന്ന് കൂടുതൽ തെളിവുകൾ ഇന്ന് പരാതിക്കാരി ഹാജരാക്കിയേക്കും. കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിച്ചപ്പോൾ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ച് പറഞ്ഞത്, സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ കോടതിക്ക് ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല. പരാതിക്കാരിക്ക് വേടനെതിരെ കൂടുതൽ തെളിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഹാജരാക്കിയാൽ മതി എന്നായിരുന്നു. അതനുസരിച്ചായിരിക്കും ഇന്ന് പരാതിക്കാരി കൂടുതൽ തെളിവുകൾ വേടനെതിരെ ഹാജരാക്കുക. എന്തായാലും വേടനെതിരെ മറ്റെന്തെങ്കിലും കേസുകൾ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ കോടതിയെ അറിയിക്കാനും ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു. പരാതിക്കാരിയായ യുവ ഡോക്ടറാണ് കഴിഞ്ഞ ദിവസം ഈ കേസ് കോടതി പരിഗണിച്ചപ്പോൾ കൂടുതൽ തെളിവുകൾ തനിക്ക് നൽകാനുണ്ട് എന്നുള്ള കാര്യം കോടതിയിൽ വ്യക്തമാക്കിയത്.
മാത്രമല്ല ഈ കേസ് മുൻകൂർ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം പരിഗണിക്കുന്ന ആ ഒരു ദിവസം തന്നെ 2 യുവതികൾ കൂടി വേടനെതിരെ പരാതികളുമായി രംഗത്തെത്തിയിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിനായിരുന്നു സംഗീത മേഖലയുമായി ബന്ധപ്പെട്ട 2 യുവതികൾ പരാതി നൽകിയത്. ഇവരും വിവാഹ വാഗ്ദാനം നൽകി വേടൻ വർഷങ്ങളായി പീഡിപ്പിച്ചു എന്നുള്ള ഒരു കാര്യമാണ് പരാതിയിൽ ഉന്നയിച്ചിരുന്നത്. 2021 മുതൽ 2023 വരെ തുടർച്ചയായി ഈ 2 യുവതികളെയും പീഡിപ്പിച്ചു എന്നുള്ള ഒരു പരാതിയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അന്നെത്തിയത്. എന്തായാലും ഇന്ന് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പരിഗണിക്കുന്ന ആ ഒരു സമയത്ത് കൂടുതൽ തെളിവുകൾ പോലീസ് വേടനെതിരെ ഹാജരാക്കാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഈ പരാതിക്കാരിയായ യുവതി കൂടുതൽ തെളിവുകൾ വേടനെതിരെ ഹാജരാക്കും. സമൂഹ മാധ്യമങ്ങളിൽ മാത്രം വന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നായിരുന്നു കഴിഞ്ഞ ദിവസം വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ച് വ്യക്തമാക്കിയിരുന്നത്. എന്തായാലും ഇന്നാണ് വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ വീണ്ടും കോടതി പരിഗണിക്കുന്നത്. വേടന്റെ അറസ്റ്റ് ഇന്ന് വരെയാണ് ഹൈക്കോടതി തടഞ്ഞിട്ടുള്ളത്. കൃഷ്ണരാജ്. ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു നിഷാദിലി. ജനം TV സൗഹൃദവേദിയുടെ ആഭിമുഖ്യത്തിൽ സുഹൃത കേരളം പദ്ധതിക്ക് ഡൽഹിയിൽ തുടക്കമായി. മലയാളികൾക്കിടയിൽ പാർപ്പിടം, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങി 7 മേഖലകൾ കേന്ദ്രീകരിച്ചായിരിക്കും സുഹൃത കേരളത്തിന്റെ പ്രവർത്തനങ്ങൾ. ഡൽഹി കേരള ഹൗസിൽ നടന്ന പരിപാടിയിൽ ജനം TV പ്രഭാരി A. ജയകുമാർ സുഹൃത കേരളത്തിന്റെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. ഫരീദാബാദ് അമൃത ആശുപത്രി അഡ്മിനിസ്ട്രേറ്റീവ് സ്വാമി നിജാമൃതാനന്ദപുരി മാർഗനിർദ്ദേശം നൽകി. ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള മലയാളികളെ ചേർത്ത് നിർത്തിക്കൊണ്ട് വിദ്യാഭ്യാസം, ആരോഗ്യം, പാർപ്പിടം, മയക്കുമരുന്ന് രഹിത സമൂഹം, നൈപുണ്യ വികസനം, സ്വയം സംരംഭകത്വം, സ്ത്രീ ശാക്തീകരണം എന്നീ മേഖലയിലെ ഉന്നമനത്തിനുള്ള വിവിധ പദ്ധതികൾ ജനം സൗഹൃദവേദി സുഹൃത കേരളത്തിലൂടെ നടപ്പാക്കും. ഡൽഹിയിൽ സുഹൃത കേരളം പദ്ധതിയുടെ ഉദ്ഘാടനവും ബ്രോഷർ പ്രകാശനവും കേരള ഹൌസിൽ നടന്നു. സേവന പ്രവർത്തനങ്ങൾ സമൂഹത്തിന് അനിവാര്യമാണെന്നും സുഹൃത കേരളത്തിന് എല്ലാ ആശംസകളും അറിയിക്കുന്നതായും പരിപാടിയിൽ മാർഗനിർദ്ദേശം നൽകിയ ഫരീദാബാദ് അമൃത ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ സ്വാമി നിജാമൃതാനന്ദപുരി പറഞ്ഞു. ഹോസ്പിറ്റൽ പ്രോജക്റ്റ് തുടങ്ങിയപ്പോൾ കുറേ ആൾക്കാർ, ഭക്തന്മാരല്ലാത്ത ആൾക്കാർ വരെ ഓരോരോ ജോലി അവരെ ഏൽപ്പിക്കുമ്പോഴേക്ക് അവർ പറയുമായിരുന്നു, അമ്മയുണ്ടല്ലോ, അമ്മയുടെ ഇച്ഛ, അമ്മയുടെ കൃപ ഉണ്ടായാലും എല്ലാം നടക്കും സ്വാമി എന്ന് പറയും. ഞാൻ പറഞ്ഞു, ഈശ്വരൻ, ഗുരു, അമ്മയ്ക്ക് എന്ത് ചെയ്യണം എന്ന് അമ്മയ്ക്ക് വ്യക്തമായിട്ട് അറിയാം. അമ്മ ചെയ്യേണ്ട കാര്യങ്ങൾ അമ്മ ചെയ്തോളും, ഈശ്വരൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഈശ്വരൻ ചെയ്തോളും. ഈ കയ്യും കാലും നൽകിയിട്ട് ഒരു ബുദ്ധിയും നൽകി നമ്മളെ ഇവിടെ വിട്ടിട്ട് നമ്മൾ ചെയ്യേണ്ട ചില ദൗത്യങ്ങളുണ്ട്, നമ്മൾ ചെയ്യേണ്ട ചില കർമ്മങ്ങളുണ്ട്. ഈശ്വരേച്ഛ അനുസരിച്ച് നടക്കേണ്ട എല്ലാം നടക്കും, അത് സ്വാഭാവികമായിട്ട് നടക്കും. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുത്തില്ലെങ്കിൽ ഈശ്വരൻ വന്നാൽ ചെയ്യും, അല്ലെങ്കിൽ സർക്കാർ ചെയ്യും, അല്ലെങ്കിൽ മറ്റേ ആള് ആരെങ്കിലും അയൽവക്കക്കാരെങ്കിലും ഒക്കെ ചെയ്യും എന്ന് ധരിച്ചാൽ അത് നടക്കൂല. നമ്മൾ സ്വയം ധരിച്ച് നമ്മൾ സ്വയം സ്വീകരിച്ച് ചെയ്യുന്ന ഒരു രീതിയിൽ പോയാല് ഈ ഭാരതം മൊത്തം ഒന്ന് ഉയർന്നു വരൂ. സുഹൃത കേരളത്തിന്റെ ലക്ഷ്യങ്ങളും പ്രവർത്തനങ്ങളും ജനം TV പ്രഭാരി A. ജയകുമാർ പരിപാടിയിൽ വിശദീകരിച്ചു. ഏകദേശം 3.5 കോടി വരുന്ന ലോകത്തിന്റെ വിവിധ കോണുകളിൽ വസിക്കുന്ന എല്ലാ മലയാളികളെയും ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ ചിന്തകൾ, അവരുടെ ആശയങ്ങൾ, അവരുടെ സഹായങ്ങൾ, ധനസമ്പത്ത് ഇതെല്ലാം തന്നെ കൂട്ടിച്ചേർത്തുകൊണ്ട് ലോകത്തെവിടെയുമുള്ള മലയാളിയെ സഹായിക്കുക എന്നുള്ളതാണ് ഏറ്റവും ക്രെഡിബിളായിട്ടുള്ള, സത്യസന്ധരായിട്ടുള്ള, ഭാവനയുള്ള മനുഷ്യരുടെ ഒരു കൂട്ടായ്മയാണിത്. ഇത് ഒരുപക്ഷെ ഇത് വളർന്ന് 1 വർഷം കഴിയുമ്പോൾ ഒരുപക്ഷെ ലോകത്തെ ആദ്യത്തെ ഏറ്റവും വലിയ കൂട്ടായ്മയുടെ ഒരു സേവന പ്രവർത്തനമായിട്ട് ഇത് മാറും. മുൻ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം, ഓർഗനൈസർ മുൻ ചീഫ് എഡിറ്റർ R. ബാലശങ്കർ, ദൂരദർശൻ ഡയറക്ടർ ജനറൽ സതീഷ് നമ്പൂതിരി, ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ നിതിൻ വത്സൻ, അഡ്വക്കേറ്റ് M.R. അഭിലാഷ് തുടങ്ങിയവർ ആശംസ അറിയിച്ചു. ജനം സൗഹൃദവേദി പ്രസിഡന്റ് M.D. ജയപ്രകാശ്, വൈസ് പ്രസിഡന്റ് വിനീത ഹരിഹരൻ, അർജുൻ വെളോട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. ജനം, ഡൽഹി. ഇടവേള. പറഞ്ഞ് ഓണമിങ്ങെത്തി. നാളെ അത്തമാണ്. ഓണവിപണി പിടിച്ചു നിർത്താൻ സാധിക്കാതെ സംസ്ഥാന സർക്കാർ. എണ്ണയ്ക്കൊപ്പം കുതിച്ചു കയറുകയാണ് പലചരക്ക് സാധനങ്ങളുടെയും പച്ചക്കറികളുടെയും വില. കഴിഞ്ഞ ആഴ്ചത്തേക്കാൾ 3 രൂപ മുതൽ 12 രൂപ വരെ പല പച്ചക്കറിക്കും വില ഉയർന്നിട്ടുണ്ട്. വിവരങ്ങളുമായി ശ്രീനന്ദ ഒപ്പം ചേരുന്നു. ശ്രീനന്ദ, അത്തമാണ് നാളെ. അപ്പോൾ ഓണ ആരവങ്ങളിലേക്ക്, ഓണാഘോഷങ്ങളിലേക്ക് മലയാളികൾ അമരുകയാണ്. പക്ഷേ ഈ സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ ഓണത്തിന് മുൻപ് തന്നെ വെളിച്ചെണ്ണയുടെ വില നമുക്കറിയാം, സർക്കാർ വലിയ സഹായം നൽകുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും
അതിൻ്റെ ഗുണനിലവാരം എത്ര എന്നൊന്നും ഇനിയും ആർക്കും അറിയില്ല. മാത്രമല്ല, സാധാരണക്കാർക്ക് ഓണസദ്യ ഒരുക്കാൻ അല്ലെങ്കിൽ ഓണ ദിവസങ്ങൾ തള്ളി നീക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് തോന്നിപ്പിക്കുന്നുണ്ട് ഈ പച്ചക്കറിയുടെ, പലവ്യഞ്ജനങ്ങളുടെ ഒക്കെ വില. എന്താണ് വിപണി പറയുന്നത്? കൃഷ്ണരാജ്, ഓണം എത്താറായി. വിപണി എന്ന് പറയുമ്പോൾ ഇപ്പോൾ പച്ചക്കറിക്ക് നേരത്തെ എണ്ണയ്ക്ക് മാത്രമായിരുന്നു വിലവർധനവ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ പച്ചക്കറിക്കും അതുപോലെ തന്നെ ഒരു വിലവർധനവ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കച്ചവടക്കാർ പറയുന്നത് വിലവർധനവ് അത്രത്തോളം ഉണ്ടായിട്ടില്ല എന്നാണ്. എന്നാൽ പക്ഷേ വാങ്ങാൻ എത്തുന്ന ആളുകൾ പറയുന്നത് പച്ചക്കറിക്ക് വിലകൾ കൂടി. ഓണം എത്തുമ്പോഴേക്കും ഇനി എന്താകും അവസ്ഥ എന്നൊരു ചോദ്യം കൂടി ഇവരുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. നമുക്ക് ഇവിടെ എല്ലാവരും രാവിലെ തന്നെ കച്ചവടത്തിന്റെ തിരക്കിലാണ്. അപ്പോൾ ചേട്ടാ, എങ്ങനെയുണ്ട് കച്ചവടം? കച്ചവടം കുഴപ്പമില്ല, മാന്യമാറ്റ ലെവലിൽ കച്ചവടം പോകുന്നുണ്ട്. ആളുകൾ വന്ന് വാങ്ങിക്കുന്നത് കുറവാണോ അതോ കൂടുതലാണോ? ഇല്ലല്ല, ആൾക്കാർ വരുന്നുണ്ട്, കച്ചവടം നടക്കുന്നുണ്ട്. എല്ലാ കടയിലും കച്ചവടം നടക്കുന്നുണ്ട്. വില അങ്ങനെയല്ല, ഒരു സ്റ്റാൻഡേർഡ് ലെവലിലേക്കാണ്. ക്ലൈമറ്റ് അനുസരിച്ച് ഇപ്പം സീസൺ മാറുമ്പോഴത്തേക്കുള്ള ഇതാണ്. മഴ പെയ്യുമ്പോഴത്തേക്ക് ഒരു മാറ്റം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനുള്ള ഒരു കുറവുണ്ടാകുമ്പോൾ അല്പം വില വ്യത്യാസമുണ്ട്. കുറഞ്ഞിട്ടുണ്ട്. അതായത് വലിയ വലിയ മാളുകളൊക്കെ വന്നപ്പോഴത്തേക്കും മറ്റേ ഓൺലൈൻ പരിപാടിയൊക്കെ വന്നതിന് ശേഷം പിന്നെ അത് എല്ലാവരും അത് കയ്യിലെടുക്കുകയാണ്. വില കൂടില്ല. സാധനം ഇഷ്ടം പോലെ ഉൽപ്പാദനമുണ്ട്, അതുകൊണ്ട് വില കൂടില്ല. തീർച്ചയായിട്ടും ഇങ്ങനെ വ്യാപാരികൾ പറയുന്നത് വില വർധനവ് ഉണ്ടാകില്ല എന്നൊരു കാര്യമാണ് പറയുന്നത്. പക്ഷെ നമുക്ക് പറയാൻ സാധിക്കും, അല്ലെങ്കിലേ ഓണക്കാലത്ത് എല്ലാത്തിനും കുത്തനെ വില കൂടും. ഇതിപ്പോൾ വില ഉയരില്ല എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ അല്ലാതെ തന്നെ വിപണിയിൽ അപ്പാടെ വില വർധനവുണ്ട്, എന്നിട്ടും വില ഇനി കൂടാൻ ഒരു സാധ്യതയുമില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല. മറ്റ് വ്യാപാരികളിലേക്ക് കൂടി പോകും. തീർച്ചയായിട്ടും. അമ്മ, എങ്ങനെയുണ്ട് വിലയൊക്കെ? എങ്ങനെയുണ്ട് സാധനങ്ങളുടെ വില മിതമായിട്ടുള്ള വിലയുണ്ട്, അമിത വിലയൊന്നും ഇല്ല. ഇപ്പം പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന വില. ഓ, വലിയ കുഴപ്പമില്ല എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ഈ ഒരു തക്കാളിക്കൊക്കെ ഇപ്പോൾ വില കൂടിയിട്ടുണ്ട്. ഹോൾസെയിൽ റീറ്റെയിൽ രണ്ടും രണ്ട് വിലയാണ്. ഹോൾസെയിൽ സെയിലിനേക്കാളും ഒരു 10-15 രൂപയാണ് റീറ്റെയിൽ സ്ഥാനത്ത് എത്തുമ്പോൾ അതിൻ്റെ വില മാറുന്നത്. അപ്പോൾ ഈ ഒരു ഓണം എത്തുമ്പോഴേക്കും ഈ വില വർധനവ് എങ്ങനെയാകും എന്നുള്ളൊരു കാര്യം നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോൾ നമുക്കറിയാം, ചാല മാർക്കറ്റ് എന്ന് പറയുമ്പോൾ പൊതുവെ ഈ സമയത്ത് നല്ല തിരക്കുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ ഈ ഒരു നിമിഷം നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും, തിരക്കെന്ന് പറയുന്നത് വളരെ കുറവാണ്. ആളുകൾ വാങ്ങാൻ എത്തുന്നത് കുറവാണ്. അതുപോലെ തന്നെ പച്ചക്കറികളെല്ലാം അതുപോലെ തന്നെയുണ്ട്, ആളുകൾ എത്തുന്നത് വളരെ കുറവാണ്. എന്താണ് ഈ ഒരു ഓണം വിപണി അത്രയും കൊട്ടിഘോഷിച്ച് ഓണ വിപണി എത്തിയതിന് ശേഷവും ആളുകളുടെ ഇത്തരത്തിലൊരു കുറവ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കാരണം വില വർധനവാകാം ഇതിനുള്ള ഒരു കാരണം എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ചേച്ചി, എങ്ങനെയുണ്ട് വില? എങ്ങനെയുണ്ട് സാധനങ്ങളുടെ? ഞാൻ എല്ലാ സാധനവും വാങ്ങിച്ചിട്ട് ചായക്കാരുണ്ട്, ചായക്കാരല്ല എല്ലാ സാധനവും ഇനി വാങ്ങിച്ചിട്ട്. പച്ചക്കറിക്ക് വില കൂടുതലാണോ? വേറെ കുറി വല്ല കുറി വെച്ച് ഇപ്പൊ പൈസ ഇല്ല, കച്ചവട കുറവാണോ, എല്ലാ കുറിയാവും. എങ്ങനെ ഓണമൊക്കെ ആയി, ഇപ്പൊ കേരളത്തിൽ ഓണം എന്ന് പറയുമ്പോൾ വില കൂടുന്ന ഒരു സമയമാണ്. അപ്പൊ എങ്ങനെയാ പച്ചക്കറിയുടെ വില ആ സമയമാകുമ്പോൾ കുത്തനെ കൂടുന്നുള്ള ഒരു പേടിയുണ്ടോ? വലിയ പേടി. ഓ, ಎಲ್ಲ ಜಾಸ್ತಿ ಕುರಿದಲ್ಲುಂಟು, ಎಲ್ಲ ಸಾನು ಕುರಿದಲ್ಲುಂಟು. ನಿಮಗೆ ಪೈಸಾ കുറവുണ്ടോ? പൈസ ഇല്ല, കച്ചവട കാറല്ലേ കച്ചവട ഇല്ല. പിന്നെ എന്തേ ആയി, പിന്നെ വേറെ ആളുകൾ സംസാരിക്കും. തീർച്ചയായിട്ടും വാങ്ങാൻ എത്തുന്ന ആൾക്കാർക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, വില വർധനവ് തന്നെയാണ്. ഓണം എത്തുമ്പോഴേക്കും അത് എത്രത്തോളം കുത്തനെ കൂടുമെന്നുള്ളൊരു, എന്തായാലും വില ഒരിക്കലും ഇടിയില്ല എന്നൊരു കാര്യം അവർക്ക് ഉറപ്പാണ്. എത്രത്തോളം വില വർധനവ് ഉണ്ടാകും എന്നൊരു കാര്യം. ഓണ വിപണിയിൽ ഓണം എത്തിയപ്പോൾ വിലക്കയറ്റമാണ്. അത് എങ്ങനെ മറികടക്കുമെന്ന ആശങ്കയിലാണ് സാധാരണക്കാരായ മനുഷ്യർ. ഏതായാലും ഓണം ഉണ്ണണം, പക്ഷേ അതെങ്ങനെ എന്ന ചോദ്യം. വിവരങ്ങൾ നൽകുകയായിരുന്നു ചാലയിൽ നിന്ന് എസ് ശ്രീനാഥ്. നയതന്ത്ര ബാഗേജ് സ്വർണ്ണക്കടത്ത് കേസിൽ കസ്റ്റംസ് പിഴ ചുമത്തിയ തുക അടയ്ക്കാതെ പ്രതികൾ UAE കോൺസുലേറ്റ് മുൻ കോൺസുൽ ജനറൽ ജമാൽ ഹുസൈൻ അൽസാബി, മുൻ അഡ്മിൻ അറ്റാഷെ റാഷിദ് ഖാമിസ് അൽ അഷ്മയി എന്നിവരടക്കമുള്ള പ്രതികളാണ് പിഴ ചുമത്തി വർഷങ്ങൾക്ക് ശേഷവും കെട്ടിവെക്കാത്തത്. 6 കോടി രൂപയായിരുന്നു പിഴത്തുകയായി അടയ്ക്കേണ്ടത്. വിവരങ്ങളുമായി നിഷ ദിലീപ് വീണ്ടും ചേരുന്നുണ്ട്. നിഷ, ഇതിപ്പോൾ
പിഴത്തുക അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും അടയ്ക്കാതെ വർഷങ്ങളാകുന്നു. എന്നിട്ടും എന്തുകൊണ്ടൊരു നടപടിയും ഉണ്ടാകുന്നില്ല? കൃഷ്ണരാജ്, ഈ നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിൽ ആകെ 44 പ്രതികളാണുള്ളത്. ഇതിൽ 37 പ്രതികളിൽ നിന്നായി 66.60 കോടി രൂപ പിഴ ഈടാക്കാനായിരുന്നു കൊച്ചി കസ്റ്റംസ് പ്രിവെന്റീവ് കമ്മീഷണറുടെ ഉത്തരവ്. 2023 ഈ ഒരു ഉത്തരവ് വന്നത്. എങ്കിലും 2 വർഷങ്ങളാകുമ്പോഴേക്കും 2 വർഷമാകാനായി ഇനി കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ആ സമയമാകുമ്പോൾ പോലും ഈ പ്രതികൾ ആരും തന്നെ ഈ പിഴത്തുക അടയ്ക്കാനോ ഈ പിഴത്തുകയിൽ 10% കെട്ടിവെച്ച് ഉത്തരവിനെ ചോദ്യം ചെയ്യാനോ തയ്യാറായിട്ടില്ല. സ്വപ്ന സുരേഷ്, മുഖ്യപ്രതിയായ സ്വപ്ന സുരേഷ്, ഒപ്പം തന്നെ സരിൻ എന്നിവരാരും തന്നെ ഈ ഉത്തരവ് ചോദ്യം ചെയ്യാൻ പോലും തയ്യാറായിട്ടില്ല. 2 വർഷമാകുന്നു. ഓരോ പ്രതികളും 6 കോടി രൂപ വീതം നൽകണമെന്നായിരുന്നു ഉത്തരവ്. ഒരു സ്വർണ്ണക്കടത്ത് കേസിൽ ചുമത്താവുന്ന ഏറ്റവും വലിയ പിഴത്തുക ഈടാക്കാനായിരുന്നു അന്ന് ഉത്തരവുണ്ടായിരുന്നത്. എന്തായാലും ഈ കേസിലെ മുഖ്യ പ്രതികളായ സ്വപ്ന, പി എസ് സരിത്, സന്ദീപ് നായർ, KT റമീസ്, UAE കോൺസുലേറ്റ് മുൻ കോൺസുൽ ജനറൽ ജമാൽ ഹുസൈൻ അൽസാവി, മുൻ അഡ്മിൻ അറ്റാഷെ റാഷിദ് ഖാമിസ് അൽ അഷ്മയി എന്നിവർക്ക് 6 കോടി രൂപ വീതം പിഴ ഈടാക്കിക്കൊണ്ടായിരുന്നു കൊച്ചി കസ്റ്റംസ് പ്രിവെന്റീവ് ഓഫീസർ അന്ന് പിഴ ചുമത്തിയിരുന്നത്. എന്തായാലും ഈ എല്ലാവരുടെയും പേരിൽ, ഈ പ്രതികളുടെ ഒന്നും പേരിൽ സ്വന്തമായി സ്വത്തുവകകളില്ല എന്നതും ഒപ്പം തന്നെ കേസിൽ അന്തിമ വിധി വരുന്നതുവരെ കാത്തിരിക്കുന്നതുമാണ് ഇവർ ഈ പിഴത്തുക 2 വർഷമായിട്ടും അടയ്ക്കാത്തതെന്നാണ് സൂചന. കൃഷ്ണരാജ്. ശരി, നയതന്ത്ര ബാഗേജ് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൾ കസ്റ്റംസ് ചുമത്തിയ പിഴ ഇനിയും അടച്ചിട്ടില്ല. വിവരങ്ങൾ നൽകുകയായിരുന്നു നിഷ ദിലീപ്. ഇപ്പോൾ 1 മണിക്കൂറാകുന്നു പുത്തൻ പുലരി തുടങ്ങിയിട്ട്. വരാനിരിക്കുന്ന മണിക്കൂറിലെ പ്രധാന വാർത്തകൾ നോക്കാം. ന്യൂസ് ഹെഡ്ലൈൻസ് brought to you by Happy Jacks. Happy keeps everybody happy. ഭക്തരെ വെല്ലുവിളിച്ച് സർക്കാർ. അയ്യപ്പ സംഗമത്തിനെതിരെ ആളിക്കത്തി പ്രതിഷേധം. MK സ്റ്റാലിനെ ക്ഷണിച്ചതിന് പിന്നിൽ വൻ ഗൂഢാലോചന. ഭക്തരെ കൊള്ളയടിക്കാൻ നീക്കമെന്ന് ആക്ഷേപം. ധർമ്മസ്ഥലയിൽ അന്വേഷണം ഊർജിതം. യൂട്യൂബർ സമീറിനെ ഇന്നും ചോദ്യം ചെയ്യും. ചിന്നയെയും പോലീസ് കസ്റ്റഡിയിൽ. ഗൂഢാലോചനയ്ക്ക് പിന്നിൽ സംഘടിത മതപരിവർത്തന ശക്തികളെന്ന് കേസരി പത്രാധിപർ ഡോക്ടർ NR മധു. ഇരകളുമായി ഒത്തുതീർപ്പിന് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇടനിലക്കാരെ മുൻനിർത്തി ഒളിച്ചുകളി. രാജി വൈകിപ്പിക്കുന്നതിൽ കോൺഗ്രസിൽ അതൃപ്തി രൂക്ഷം. തെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടിയാകുമെന്ന് ആശങ്ക. റാപ്പർ വേടൻ എവിടെ? ഇരുട്ടിൽ തപ്പി പോലീസ്. മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതിയിൽ. തൃശൂരിൽ സന്ദീപ് വാര്യർക്കെതിരെ പടയൊരുക്കം. തൃശൂർ മണ്ഡലത്തിൽ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിയാകാൻ നീക്കമെന്ന് ആക്ഷേപം. ഒറ്റക്കെട്ടായി ചെറുക്കാൻ കോൺഗ്രസ്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് കളമൊരുങ്ങുന്നു. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഇന്ന്. വോട്ടെടുപ്പ് സെപ്റ്റംബർ 9-ന്. KCL ആവേശ പോരാട്ടത്തിൽ കൊച്ചിക്ക് 4 വിക്കറ്റ് വിജയം. കൊല്ലത്തെ തോൽപ്പിച്ചത് അവസാന പന്തിൽ 6 അടിച്ച്. 42 പന്തിൽ സെഞ്ചുറി അടിച്ച് സഞ്ജു സാംസൺ. താരിഫ് യുദ്ധത്തിനിടെയും അമേരിക്കയ്ക്ക് അടുത്ത തിരിച്ചടി നൽകി ഭാരതം. US നിർമ്മിത യുദ്ധവിമാനങ്ങൾക്ക് പകരം അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് വികസിപ്പിക്കാനാണ് ഭാരതത്തിന്റെ നീക്കം. തദ്ദേശീയമായി നിർമ്മിക്കുന്ന 5ാം തലമുറ യുദ്ധവിമാനത്തിന്റെ എഞ്ചിൻ ഫ്രഞ്ച് കമ്പനിയുമായി ചേർന്ന് ഭാരതം വികസിപ്പിക്കുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു.
ഡൽഹിയിൽ നടന്ന വേൾഡ് ലീഡേഴ്സ് ഫോറത്തിലാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നിർണായക പ്രഖ്യാപനം. 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ വികസിപ്പിക്കുന്നതിൽ ഭാരതം ഗണ്യമായ പുരോഗതി കൈവരിച്ചതായി പ്രതിരോധ മന്ത്രി പറഞ്ഞു. ഫ്രാൻസിലെ സഫ്രാൻ കമ്പനിയുമായി ചേർന്നാണ് എഞ്ചിനുകൾ വികസിപ്പിക്കുകയെന്ന് രാജ്നാഥ് സിംഗ് അറിയിച്ചു. हमने एचएएल को करीब 66,000 करोड़ रुपए की लागत से 97 तेजस फाइटर प्लेन्स बनाने का नया ऑर्डर दे दिया है और इसके पहले भी एचएएल को 48,000 करोड़ रुपए की लागत से 83 एयरक्राफ्ट बनाने का भी ऑर्डर दिया गया था. റഫേൽ യുദ്ധവിമാനങ്ങൾക്കായുള്ള M88 എഞ്ചിന്റെ നിർമ്മാതാക്കളാണ് സഫ്രാൻ. AMCA യുദ്ധവിമാനങ്ങൾക്കായി ഹൈത്രസ്റ്റ് എഞ്ചിനായിരിക്കും സഫ്രാൻ വികസിപ്പിക്കുക. അമേരിക്കയുടെ F-35, റഷ്യയുടെ Su-57 തുടങ്ങി 5ാം തലമുറ യുദ്ധവിമാനങ്ങളെ വെല്ലുവിളിക്കാൻ സാധിക്കുന്ന തരത്തിലാകും ഭാരതത്തിന്റെ AMCA യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണം. ഭാരതത്തിന്റെ സൈനിക ശേഷിക്ക് കരുത്തേകാൻ 5ാം തലമുറ യുദ്ധവിമാനത്തിന് സാധിക്കുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഭാരതത്തിലെ ആദ്യത്തെ തദ്ദേശീയ സ്റ്റെൽത്ത് ഹെവി മൾട്ടി റോൾ ഫൈറ്റർ ജെറ്റായിരിക്കും ഇത്. ടൺ ഭാരവും ഇരട്ട എഞ്ചിനുമുള്ള യുദ്ധവിമാനമാണിത്. സൂപ്പർ ക്രൂയിസ് ശേഷി, സെൻസർ ഫ്യൂഷൻ തുടങ്ങി ഒട്ടനവധി സവിശേഷതകൾ ഈ വിമാനത്തിൽ ഉൾപ്പെടും. വിമാനത്തിന്റെ നിർമ്മാണത്തിനായുള്ള പ്രാരംഭ ചെലവിനായി 15,000 കോടി രൂപ കേന്ദ്ര സർക്കാർ ഇതിനോടകം അനുവദിച്ചിട്ടുണ്ട്. 2030ഓടെ എഞ്ചിൻ പുറത്തിറക്കാൻ ആകുമെന്നാണ് നിഗമനം. നാഷണൽ ഡെസ്ക്, ജനം. ഭാരതീയ സംസ്കാരത്തെ നെഞ്ചിലേറ്റുന്ന വിദേശികൾ നിരവധിയാണ്. അത്തരത്തിൽ ശാസ്ത്രീയ സംഗീതത്തിന്റെ ലോകത്തിലേക്ക് ശ്രോതാക്കളെ കൊണ്ടെത്തിക്കുന്ന അമേരിക്കൻ പൗരന്റെ വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത്. തുംഡി ആജ് ഖേലോ ശ്യാം സാങ് ഹോരി എന്ന ഗാനമാണ് അമേരിക്കൻ പൗരനായ എറിക് ആലപിച്ചത്. ഭാരതത്തിന്റെ വർണ്ണാഭ ഉത്സവമായ ഹോളിയുടെ സൗന്ദര്യത്തെ സൂചിപ്പിക്കുന്നതാണ് ഗാനം. എറിക് ഒ ഡാലി എന്ന ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവച്ച ഗാനത്തിന് ഇതിനോടകം നിരവധി ആരാധകരെ സൃഷ്ടിക്കാൻ സാധിച്ചു. വർഷങ്ങൾക്കു മുൻപാണ് താൻ തുംരി ഗാനം കേട്ടത്. താനൊരു തുംരി ഗായകനല്ല. എന്നാൽ ഗാനത്തിന്റെ ഈണം ഇപ്പോഴും എന്നിൽ നിലനിൽക്കുന്നതിനാൽ താൻ ഇത് പങ്കുവെക്കുന്നുവെന്ന തരത്തിലാണ് യുവാവ് ഗാനം പങ്കുവെച്ചത്. കാഫി രാഗത്തിലുള്ള ഗാനമാണിത്. യുവാവിന്റെ വീഡിയോ വൈറലായതോടെ നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചും അഭിനന്ദനങ്ങൾ അറിയിച്ചും രംഗത്തെത്തിയത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, ജനം. ഇസ്രയേൽ സിറിയ സമാധാന ധാരണകൾക്ക് വഴി തുറക്കുന്നു. സമാധാന ധാരണകളുടെ ഭാഗമായി അമേരിക്കൻ പ്രതിനിധി തോമസ് ബെറക് ബെഞ്ചമിൻ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തി. സമാധാന ശ്രമങ്ങൾ തുടരുന്നതായി സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാറ സ്ഥിരീകരിച്ചു. 1974 ധാരണകൾക്കനുസരിച്ചായിരിക്കും സമാധാന നീക്കങ്ങളെന്നും സിറിയൻ താൽക്കാലിക പ്രസിഡന്റ് അറിയിച്ചു. വിവരങ്ങളുമായി ഐസൻ ജോസഫ് ചേരുന്നു. ഐസൻ, വിവരങ്ങൾ. കൃഷ്ണരാജ്, സിറിയയിലും അതുപോലെ തന്നെ പശ്ചിമേഷ്യയിലെല്ലാം തന്നെ വൻതോതിൽ ഒരു വിപ്ലവത്തിന് രൂപമായ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള സൈനിക നീക്കങ്ങൾക്ക് കാരണമായ യോം കിപ്പോർ യുദ്ധത്തിന് ശേഷമാണ് 1974 ഒരു സമാധാന ധാരണയുണ്ടായത്. ഈ സമാധാന ധാരണയുടെ ഭാഗമായി അല്ലെങ്കിൽ അത്തരത്തിലുള്ള അതിർത്തി നിർണയം പോലുള്ള നിർണായക നീക്കങ്ങൾ നടന്നത്. അതിന്റെ ഭാഗമായുള്ള അതിർത്തി ഉൾപ്പെടെയുള്ളവ തീരുമാനിക്കുന്നതിനുള്ള ചർച്ചകൾ നടക്കുമെന്നാണ് ഇപ്പോൾ സിറിയയിൽ നിന്നും നിലവിലെ സിറിയയുടെ താൽക്കാലിക പ്രസിഡന്റ് കൂടിയായ അഹമ്മദ് അൽ ഷാറ അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം അറിയിച്ചതിന്റെ ഭാഗമായി തന്നെ അത് സ്ഥിരീകരിച്ചതിന്റെ ഭാഗമായി തന്നെ നേരത്തെ അല്പസമയം മുമ്പ്, ഏതാണ്ട് മണിക്കൂറുകൾക്ക് മുമ്പാണ് അമേരിക്കയുടെ നയതന്ത്ര പ്രതിനിധി കൂടിയായ തോമസ് ബെറാക് ഇപ്പോൾ ഇസ്രായേലിലെത്തി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ചർച്ചകൾ നടത്തിയത്. നമുക്കറിയാവുന്നതാണ്. ഏതാണ്ട് ആഴ്ചകൾക്ക് മുമ്പാണ് വലിയ രീതിയിലുള്ള ഒരു ആക്രമണം ഇസ്രായേൽ സിറിയയിൽ നടത്തുകയും അത് വെടിനിർത്തലിലേക്ക് എത്തുകയും അമേരിക്ക ഇടപെടുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായത്. തുടർന്ന് ഇപ്പോൾ ഗോലാൻ കുന്ന് ഉൾപ്പെടെയുള്ള മേഖലകളിൽ കാര്യമായ ഇടപെടൽ നടത്തി അത് കൃത്യമായ അതിർത്തി നിർണയം
നടത്തുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഒരു സമാധാന ധാരണയിലേക്ക് ഇസ്രയേലും സിറിയയും ചെന്നെത്തുന്നു. സ്വാഭാവികമായും ഇതേ സമയം തന്നെ ലെബനനിലെ ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ നിരായുധീകരിക്കുകയും ലെബനനിൽ ഒരു സമാധാന അന്തരീക്ഷം തുടരുകയും ചെയ്യുന്നതിനുള്ള നടപടികൾ ഉണ്ടാകുമെന്നും അറിയിക്കുന്നുണ്ട്. ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത് ഇസ്രയേൽ ഗാസയിൽ നടത്തുന്ന സൈനിക നടപടികളുമാണ്. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള കാര്യക്ഷമമായ നീക്കങ്ങൾ നടക്കുന്നുവെന്നാണ് ഇതിൽ നിന്നെല്ലാം തന്നെ വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ സിറിയയും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം ആദ്യഘട്ടത്തിൽ തന്നെ പരിഹരിക്കുക, അല്ലെങ്കിൽ അതിനെ ഒരു വ്യക്തത വരുത്തുക എന്ന നീക്കമാണ് നടക്കുന്നത്. അഹമ്മദ് അൽ ഷാറയും, അതായത് സിറിയയുടെ താൽക്കാലിക പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാറയും അതുപോലെ തന്നെ അമേരിക്കയും ഈ നീക്കങ്ങൾ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇസ്രയേലിലെ അമേരിക്കൻ സ്ഥാനപതിയും ഇസ്രയേലിലെ മറ്റുദ്യോഗസ്ഥർ, അതായത് ഇസ്രയേൽ കാട്സ് ഉൾപ്പെടെയുള്ളവരും ഈ ചർച്ചകളിൽ പങ്കെടുത്തു എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. കൃഷ്ണരാജ്. ശരി, ഐസൻ ജോസ് ആണ് വിവരങ്ങൾ നൽകിയത്. ജൂതവിരുദ്ധ നീക്കങ്ങൾക്കെതിരായ നടപടി കാര്യക്ഷമമല്ലെന്നാരോപിച്ച US നയതന്ത്ര പ്രതിനിധിയെ ഫ്രാൻസ് വിളിച്ചുവരുത്തി. നിലപാടിൽ പ്രതിഷേധം അറിയിക്കാനാണ് ഫ്രാൻസിന്റെ നടപടി. ജൂതവിരുദ്ധ പ്രചാരണങ്ങൾക്കെതിരെ നടപടിയെടുക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി നയതന്ത്ര പ്രതിനിധി ഫ്രഞ്ച് പ്രസിഡന്റിന് കത്തയച്ചിരുന്നു. കത്തയച്ച ഫ്രാൻസിലെ US സ്ഥാനപതി ചാൾസ് ഷ്നറെ ആണ് വിളിച്ചു വരുത്തിയത്. നയതന്ത്ര പ്രതിനിധിയുടെ നിലപാട് അംഗീകരിക്കാനാവില്ല എന്ന് ഫ്രാൻസ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. വീണ്ടും ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, എന്താണ് ഈ വാർത്തയുടെ വിവരങ്ങൾ? കൃഷ്ണരാജ്, ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് ചാൾസ് കഷ്ണറെ വിളിച്ചു വരുത്തി എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ അടിസ്ഥാനപരമായ കാര്യം നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഫ്രഞ്ച് പ്രസിഡന്റിനെ അദ്ദേഹം അയച്ചൊരു കത്താണ്. ഫ്രഞ്ച് പ്രസിഡന്റിന് അയച്ച കത്തിൽ വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നത് ജൂതവിരുദ്ധ നീക്കങ്ങൾ, അത് ജൂതർക്കെതിരായ പ്രതിഷേധ പ്രകടനങ്ങൾ, അത്തരത്തിലുള്ള നീക്കങ്ങളും അതുപോലെ തന്നെ പൊതു ഇടങ്ങളിലെ അത്തരം പ്രതിഷേധങ്ങളും അവർക്കെതിരായ ആക്രമണങ്ങളും, പല ആക്രമണങ്ങളും ചൂണ്ടിക്കാണിച്ചിരുന്നു. അത്തരത്തിലുള്ള ആക്രമണങ്ങളും തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനെതിരെ കാര്യക്ഷമമായ ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ഫ്രഞ്ച് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ലെന്ന ഒരു വിദേശ നയതന്ത്ര പ്രതിനിധി ഫ്രഞ്ച് സർക്കാരിനെ നേരിട്ട് കത്തെഴുതിയതാണ് വലിയൊരു പ്രകോപനമായി മാറിയിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, അന്താരാഷ്ട്ര തലത്തിൽ ഇത്തരത്തിലുള്ള കത്തിടപാട് നേരത്തെയും നടന്നിട്ടുണ്ട്. ഇസ്രയേൽ പ്രധാനമന്ത്രി ഇത്തരത്തിലൊരു കത്ത് ഫ്രഞ്ച് പ്രസിഡന്റിന് അയച്ചിരുന്നു. അതിന് പിന്തുണ നൽകുന്ന രീതിയിൽ ഒരു നയതന്ത്ര പ്രതിനിധി അതേ രാജ്യത്ത് നിന്നുകൊണ്ട് ആ രാജ്യത്തെ നിയമപ്രശ്നത്തെ ചോദ്യം ചെയ്യുന്ന ഒരു സങ്കീർണ വിഷയമായി മാറിയ ഒരു പശ്ചാത്തലത്തിലാണ് വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിക്കാനുള്ള ഒരു നീക്കം നടത്തിയത്. യഹൂദർക്കെതിരായ ഫ്രാൻസിൽ നടക്കുന്ന ആക്രമണങ്ങളെ ഒന്നും തന്നെ അഭിസംബോധന ചെയ്യാതിരിക്കുകയോ നടപടിയെടുക്കാതിരിക്കുകയോ ചെയ്യുന്നില്ലെന്നും ഇത്തരത്തിലുള്ള നീക്കങ്ങളും ഈ കത്തെഴുതിയ നീക്കവും നടപടിയും എല്ലാം തന്നെ ഒട്ടും സ്വീകാര്യമല്ല എന്ന നിലപാടുമാണ് അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായും ഇത് നമുക്ക് പല ഘട്ടങ്ങൾ കൂടി ഇതിനെ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. സെപ്റ്റംബറിൽ വരാനിരിക്കുന്ന UN-ന്റെ ഐക്യരാഷ്ട്ര സംഘടനയുടെ സമ്മേളനത്തിന്റെ ഭാഗമായി, പൊതുസമ്മേളനത്തിന്റെ ഭാഗമായി പാലസ്തീനെ അംഗീകരിക്കുമെന്ന നിലപാട് അറിയിച്ച ആദ്യ രാജ്യമാണ് ഫ്രാൻസ്. പ്രമുഖ രാജ്യങ്ങളിൽ ആദ്യ രാജ്യമാണ് ഫ്രാൻസ്. ഈ ഒരു രാജ്യത്തിന്റെ നിലപാട് വന്നതിന് പിന്നാലെ ബ്രിട്ടനും അമേരിക്കയും സമാന നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഫ്രാൻസിനെതിരായ കൃത്യമായൊരു യഹൂദ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നുവെന്ന നിലപാട് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭാഗത്ത് നിന്ന് കത്തായി തന്നെ പുറത്തു വരികയും അത് അദ്ദേഹം കത്തയക്കുകയും ചെയ്തത്. അതിന് പിന്നാലെ ഇസ്രയേലി ജനതയ്ക്കും അതുപോലെ തന്നെ യഹൂദന്മാർക്കുമെതിരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്ന നടപടിയാണിതെന്നും കൃത്യമായ കത്തിൽ ആരോപിച്ചിരുന്നു. അത്തരത്തിലൊരു ടൈം ലൈൻ എല്ലാം തന്നെ നൽകുകയും ചെയ്തു ഇത്തരം നടപടികൾ സ്വീകരിക്കുന്നതിന്. അത്തരത്തിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു നീക്കത്തിന് പിന്തുണ നൽകുന്ന രീതിയിലാണ് അമേരിക്കൻ നയതന്ത്ര പ്രതിനിധിയുടെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടായത്. ഇതാണ് ഫ്രാൻസിനെ പ്രകോപിപ്പിച്ചതും അടിയന്തരമായ നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിക്കാനുള്ള നടപടിയിലേക്ക് നീങ്ങിയതും. കൃഷ്ണരാജ്. ഐസൻ ജോസ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നേതൃത്വത്തിൽ ബീഹാർ രാജ്ഭവനിൽ ഓണാഘോഷം. കേരള ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ മുൻകൈയെടുത്ത് നടത്തിയ ആഘോഷത്തിൽ 400ഓളം മലയാളികൾ പങ്കെടുത്തു. കേരളത്തിൽ നിന്നുള്ള പാചകക്കാരെ എത്തിച്ചാണ് വിഭവങ്ങൾ ഒരുക്കിയത്. പൂക്കളവും മഹാബലിയും സദ്യവട്ടങ്ങളുമൊക്കെ ഒരുക്കി സമ്പന്നമായിരുന്നു ആഘോഷം. കേരള വേഷത്തിലാണ് മലയാളികൾ എത്തിയത്. ചെണ്ടമേളം ഉൾപ്പെടെ പരിപാടിക്ക് പൊലിമയേകി. എല്ലാത്തിനും തറവാട്ട് കാരണവരായി ഗവർണറും. നേരത്തെ പൂർത്തിയാക്കാനാകാതെ പോയ വാർത്തയിലേക്ക്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നേതൃത്വത്തിൽ ബീഹാർ രാജ്ഭവനിൽ ഓണാഘോഷം. കേരള ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ മുൻകൈയെടുത്ത് നടത്തിയ ഓണാഘോഷത്തിൽ
400ഓളം മലയാളികൾ പങ്കെടുത്തു. കേരളത്തിൽ നിന്നുള്ള പാചകക്കാരെ എത്തിച്ചായിരുന്നു വിഭവങ്ങൾ ഒരുക്കിയത്. പൂക്കളവും മഹാബലിയും സദ്യവട്ടങ്ങളുമൊക്കെ ഒരുക്കി സമ്പന്നമായിരുന്നു ആഘോഷം. കേരള വേഷത്തിലാണ് മലയാളികൾ എത്തിയത്. ചെണ്ടമേളം ഉൾപ്പെടെ പരിപാടിക്ക് പൊലിമയേകി. എല്ലാത്തിനും തറവാട്ട് കാരണവരായി ഗവർണറും. കേരളത്തിൽ ഗവർണറായിരുന്നപ്പോഴും മലയാളിയുടെ ആഘോഷങ്ങളിലെല്ലാം സജീവമായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. സദ്യ വിളമ്പാനുള്ള വാഴയിലെയും സദ്യ തയ്യാറാക്കാൻ പാചകക്കാരെയും കേരളത്തിൽ നിന്നും വിളിച്ചു വരുത്തിയതാണെന്ന് ഗവർണർ ജനം ടിവിയോട് പറഞ്ഞു. You miss something when you don't feel that you have it already in you. So Kerala has deeply impacted me. Well, we have very active Malayali Samaj here. They had taken the responsibility to organize things on our behalf, on behalf of the Rajbhavan. So they not only brought the chefs from Kerala, although we already have some people in Rajbhavan from Kerala, but they brought especially from Kerala, and even the banana leaves and vegetables they brought from Kerala. ബീഹാറിലെ മലയാളി അസോസിയേഷനുകളുടെ ഓണാഘോഷം നടക്കും മുൻപേയാണ് ഇരട്ടി മധുരമൊരുക്കി ഗവർണർ നേരിട്ട് ആഘോഷത്തിന് തുടക്കമിട്ടത്. പങ്കെടുത്ത അതിഥികളും അതിന്റെ കൗതുകം മറച്ചുവെച്ചില്ല. പായസമടക്കം ഒരുക്കിയതോടെ മനസ്സു നിറഞ്ഞ ഒരു ഓണമുണ്ട സന്തോഷത്തിലായിരുന്നു അതിഥികൾ. बरकरार रख रहे हैं और यहाँ हमें इकट्ठा कर रहे हैं कि त्यौहार मनाने के लिए, और इसमें बेहद खुशी हो रही है और हमारे कम्युनिटी के लिए बहुत ज़्यादा खुशी, और हम लोग ऑनर्ड महसूस कर रहे हैं कि हमारे लिए गवर्नर सर ने इतने बड़े एक त्यौहार रखा है. हम लोग तो बहुत एक्साइटेड है. पहली बार ये हिस्ट्री में पहली बार बिहार राजभवन में सर मना रहे, क्योंकि केरला में का फेस्टिवल यहाँ मनाना चाहिए. फूड होगा जिसमें बहुत तेरे टाइप के आइटम्स रहते हैं, तो ऐसे ही हम सब कोई इसमें ट्रेडिशनल डांस भी होता है तो जिसका नाम तिरवादरा है, और सब कोई ट्रेडिशनल अटायर में है आज, और हम लोग बहुत एक्साइटेड है क्योंकि राजभवन में हम लोग पहला ओणम स्टार्ट किया. ബീഹാറിലെ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ആഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയിരുന്നു. ഓണവിശേഷങ്ങൾ ജനം ടിവിയുമായി തത്സമയം പങ്കുവയ്ക്കവേ മലയാളിക്ക് ഓണാശംസ നേരാനും ഗവർണർ മറന്നില്ല. Thank you very much. Onam Ashamsakal to you and all the people of Kerala and all people of our country. ന്യൂസ് ഡെസ്ക് ജനം. കേരളം. ആവേശപ്പോരാട്ടത്തിൽ ട്രിവാൻഡ്രം റോയൽസിനെ മറികടന്ന് ടൂർണമെന്റിലെ ആദ്യ വിജയവുമായി കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ്. 7 വിക്കറ്റിനായിരുന്നു കാലിക്കറ്റിന്റെ വിജയം. ആദ്യം ബാറ്റ് ചെയ്ത ട്രിവാൻഡ്രം 7 വിക്കറ്റ് നഷ്ടത്തിൽ 173 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് 1 ഓവർ ബാക്കി നിൽക്കെ ലക്ഷ്യത്തിൽ എത്തി. പുറത്താകാതെ അർദ്ധ സെഞ്ചുറി നേടുകയും 3 വിക്കറ്റ് വീഴ്ത്തുകയും ചെയ്ത അഖിൽ സ്കറിയയാണ് കളിയിലെ താരം. ആദ്യ ജയം സ്വന്തമാക്കിയതിന്റെ സന്തോഷത്തിലാണ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് താരം സൽമാൻ നിസാർ. ഇനിയും ജയം ആവർത്തിക്കുമെന്ന് സൽമാൻ ജനം ടിവിയോട് പറഞ്ഞു. കേരള ക്രിക്കറ്റ് ലീഗിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് തങ്ങളുടെ ആദ്യ ജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. ആദ്യ ജയം സ്വന്തമാക്കുമ്പോഴും കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ച സൽമാൻ നിസാർ നമ്മുടെ കൂടെയുണ്ട്. സൽമാൻ, കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടും പക്ഷേ മത്സരഫലം അനുകൂലമായിരുന്നില്ല. ഇന്ന് അതിനൊരു റിസൾട്ട് ഉണ്ടായി. തീർച്ചയായും എനിക്ക് തോന്നുന്നത് നമ്മളെ ലാസ്റ്റ് 2 മാച്ച് ചെറിയൊരു ഇഞ്ചിനാണ് വിന്നിങ് പോയത്. അപ്പം ഈ മാച്ച് കറക്റ്റായിട്ട് മൊമെൻറ്റം കറക്റ്റ് കിട്ടീന്. എനിക്ക് ഇനി വരുന്ന മാച്ചസിൽ ഈ മൊമെൻറ്റം കീപ്പപ്പ് ചെയ്യാൻ പോകാനാണ് നമ്മൾ നോക്കുന്നത്. അഖിലിൻ്റെ കൂടെ ഉള്ളൊരു ആ ഒരു പാർട്ട്ണർഷിപ്പ്
തീർച്ചയായും വളരെ നല്ല രീതിയിലാണ് അഖിൽ ബാറ്റ് ചെയ്തത്. കാരണം എനിക്ക് കുറച്ചും കൂടെ എളുപ്പമാക്കി തന്നു. ഞാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു ഇനീഷ്യൽ സ്റ്റേജിൽ. അപ്പോൾ അവൻ കുറച്ചും കൂടെ ഈസി ആയിട്ട് എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് എൻ്റെ ബാറ്റിൽ കുറച്ചും കൂടെ കൊള്ളുന്നുണ്ട്, ഞാൻ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ഞാൻ ചെയ്തോളാം എന്ന് അവൻ പറയുന്നുണ്ടായിരുന്നു. വളരെ സന്തോഷമുണ്ട് അവൻ ഇത്രയും നല്ല രീതിയിൽ ബാറ്റ് ചെയ്തത്, നമ്മൾ ടീമിനെ വിന്നിങ് മൊമെൻറ്റത്തിൽ കൊണ്ടുവന്നതിൽ. കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിൽ ശരിക്കും സൽമാൻ്റെ ഒരു വിക്കറ്റായിരുന്നു ടീമിൻ്റെ ഫലത്തെ തന്നെ സ്വാധീനിച്ചത്. അങ്ങനെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ബാറ്റ് ചെയ്തു. നല്ല ടീം ഗെയിം ആയിരുന്നു. ലാസ്റ്റ് ഓവേഴ്സിൽ കുറച്ചും കൂടെ നമ്മൾ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യുന്നതിനെ കളി ജയിച്ചു പോയാനെ. എനിക്കത് ഫീൽ ചെയ്ത്. മാച്ച് ജയിച്ചാലാണ് നമ്മൾ പെർഫോമൻസിന് വാല്യൂ ഉണ്ടാകുന്നത് എപ്പോഴും. അപ്പം മാച്ച് ജയിക്കണം, അതാണ് ഏറ്റവും കൂടുതൽ ഞാനെപ്പോൾ ആഗ്രഹിക്കുന്നത്. ഇപ്പം ഞാൻ പെർഫോം ചെയ്യുകയാണെങ്കിൽ നമ്മളെ ടീമിൽ ആര് പെർഫോം ചെയ്യുകയാണെങ്കിലും മാച്ച് ജയിച്ചാലാണ് അത് കൗണ്ടേ ഉള്ളൂ. അതാണ് ഏറ്റവും കൂടുതൽ വലുത്. അപ്പം ഇനിയും പെർഫോം ചെയ്യണം, മാച്ച് ജയിപ്പിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം പേഴ്സണലി. 2 തോൽവിക്ക് ശേഷമുള്ള ഈ ഒരു വിജയം അത് എത്രത്തോളം, അത് സീസണിലെ ആദ്യത്തെ വിജയം, അത് എത്രത്തോളം സന്തോഷമുണ്ട്. എനിക്കൊന്ന് ചെറിയൊരു സ്റ്റാർട്ടാണ്. കാരണം ഇനി ടൂർണമെൻറ്റ് ഇനിയും കുറേ ഗെയിംസ് ബാക്കിയുണ്ട്. അപ്പം ചെറിയൊരു സ്റ്റാർട്ടാണ്. ഇതിവിടെ എനിക്ക് തോന്നുന്നത് നമ്മൾ നല്ല കാര്യങ്ങൾ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം എടുത്തിട്ട് നാളെ അടുത്ത ഗെയിമിലേക്ക് ഫോക്കസ് ചെയ്യുക. അടുത്ത ന്യൂ ഗെയിമാണ്, നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എടുക്കുക, നല്ല ലേണിങ്സ് ഉണ്ട് ഈ ഗെയിമിൽ. അപ്പം ആ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അടുത്ത ഗെയിമിലേക്ക് ഫോക്കസ് ചെയ്യുക. ഇനി വലിയ ടൂർണമെൻറ്റാണ്, അപ്പം ഓരോ ഗെയിമും ഫോക്കസ് ചെയ്യാനുള്ള കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അഖിലിനെ സംബന്ധിച്ച് ബാറ്റിങ്ങിൽ മാത്രമല്ല ബോളിങ്ങിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. തീർച്ചയായും അഖിൽ കയറിയ ഒരു മാച്ച് വിന്നറാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. കാരണം ബോൾ കൊണ്ടും ബാറ്റ് കൊണ്ടും ഈവൻ ഫീൽഡിംഗ് കൊണ്ടും അവൻ കളി ജയിപ്പിക്കുന്ന ഒരുത്തരാണ്. തീർച്ചയായും എന്തായാലും ഓൾ ദ ബെസ്റ്റ് വരുന്ന മത്സരങ്ങൾക്ക്. ബാറ്റിംഗിലും ബൗളിംഗിലും മിന്നും പ്രകടനം കാഴ്ചവെച്ച അഖിൽ സർഗയും നായകൻ രോഹൻ കുന്നുമ്പലും ജനം ടിവിയുമായി വിശേഷങ്ങൾ പങ്കുവച്ചു. അതിലേക്ക്. കേരള ക്രിക്കറ്റ് ലീഗിൽ കാലിക്കറ്റ് ഗ്ലോബ്സ്റ്റേഴ്സ് വിജയവഴിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പം നമ്മോടൊപ്പം നായകൻ രോഹനും ഒപ്പം ഇന്നത്തെ മത്സരത്തിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച അഖിലും ചേരുന്നുണ്ട്. ആദ്യം രോഹനിലേക്കാണ്. രോഹൻ, വിജയവഴിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ ഒരു ടൂർണമെൻറ്റിലൊരു ജയം, ഫസ്റ്റ് വിൻ ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ്. സോ അത് ഇന്ന് കിട്ടി. സോ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും ലാസ്റ്റ് 2 മാച്ചിലെ വിഷമവും ഒരു വാശിയും എല്ലാവരുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. സോ അതിൽ നിന്നാണ് തോന്നുന്നു അഖിൽ കറിയുടെ ഇന്നത്തെ ഇന്നിങ്സും സൽമാൻ ഇന്നിങ്സും ഒക്കെ വന്നത്. സോ ഐ എം റിയലി ഹാപ്പി. അഖില് ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഒരുപോലെ തിളങ്ങി. ഒരുപാട് സന്തോഷം. കാരണം ഞാൻ ഓൾറൗണ്ടറാണ്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. എനിക്ക് ആദ്യത്തെ 2 മാച്ച് എനിക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതാണ്. പക്ഷേ ഞാനത് മിസ് ഔട്ട് ചെയ്തു. പക്ഷേ ഇന്നത്തെ കളിയിൽ എനിക്ക് 2ലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷം. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ടീം ജയിച്ചു, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ ഇങ്ങനെ പെർഫോം ചെയ്തിട്ട് വിന്നിങ് സൈഡിലല്ലെങ്കിൽ നമുക്ക് ഒരുപാട് വിഷമമായിരിക്കും. പ്രീവിയസ് 2 മാച്ചസിലെ പോലെ തന്നെ. അപ്പോൾ ഇന്ന് ടീമിനെ ജയിപ്പിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. രോഹൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ മത്സരങ്ങളിലെ തോൽവി അതിൻ്റെ വാശിയിൽ ഇന്ന് കളിച്ചതുപോലെ ഉണ്ട് ബാറ്റിംഗ്. തീർച്ചയായിട്ടും അതിന് വാശിയുണ്ടായിരുന്നു. കാരണം നമ്മൾ അത്രയും പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് ആദ്യത്തെ 2 മാച്ച് നമ്മുടെ ഫേവറിൽ റിസൾട്ട് വന്നില്ല. അപ്പോൾ അതുകൊണ്ട് വാശിയും അതുപോലെ തന്നെ സങ്കടം ഉണ്ടായിരുന്നു. ഇതുപോലത്തെ മാച്ചസ് ജയിക്കുമ്പം ആ ഒരു മൊമെൻറ്റം ഭയങ്കര ക്രൂഷ്യലാണ്. ഇത്രയും വലിയൊരു ടൂർണമെൻറ്റിൽ ഇനിയും ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്. അപ്പം ഈ ഒരു മൊമെൻറ്റം ഭയങ്കര ക്രൂഷ്യലായിരുന്നു. അപ്പം ഭയങ്കര സന്തോഷം ഇന്ന് ജയിച്ചതിൽ. സൽമാൻ്റെ കൂടെയുള്ള ആ ഒരു ഇന്നിങ്സ്. സൽമാനും ഞാനും കുറേ വർഷങ്ങളായിട്ട് ഒരേ അക്കാഡമിയിലൊക്കെ ആയിരുന്നു. നമ്മൾ ഒരുപാട് മാച്ചിൽ ഒരുമിച്ച് ബാറ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് വർഷങ്ങളായിട്ട് കളിച്ചിട്ടുണ്ട്. അപ്പം സൽമാൻ്റെ കൂടെ ബാറ്റ് ചെയ്യാൻ കുറച്ച് ഈസിയാണ്. കാരണം നമുക്ക് അത്ര പ്രഷർ വരത്തില്ല സൽമാൻ അപ്പുറം ഉള്ളപ്പം. ഇൻ കേസ് 1-2 ഓവർ ടഫ് ഓവേഴ്സ് വന്നാലും നമുക്ക് സൽമാൻ അപ്പുറം ഉള്ളതുകൊണ്ട് നമ്മളെ പറഞ്ഞ് കളിപ്പിക്കും, അല്ലെങ്കിൽ വേണ്ട ഇൻസ്ട്രക്ഷൻസ് തരും. അപ്പം അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. രോഹ, അതായത് കഴിഞ്ഞ 2 മത്സരങ്ങളിലും ചെറിയ വ്യത്യാസത്തിൽ അവസാന നിമിഷം വന്ന ചെറിയ ചില പാളിച്ചകളിലാണ് ടീം ഒരു തോൽവിയിലേക്ക് പോയത്. പക്ഷെ ഇന്ന് ആ തോൽവിയെല്ലാം അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഗംഭീര പ്രകടനം. കഴിഞ്ഞ മത്സരത്തിൽ നിന്നും വലിയ പാഠങ്ങൾ ഉൾക്കൊണ്ടുണ്ടായിരുന്നത്തെ പ്രകടനം. അതെ, തീർച്ചയായിട്ടും ആദ്യത്തെ 2 മത്സരങ്ങളിൽ ഒരു പാളിച്ചകൾ എന്ന് പറയാൻ പറ്റില്ല. ഗെയിമാണ്, അങ്ങനെയാണ്, ഒരാൾ ജയിക്കാൻ തോക്കൊക്കെ വേണം. സോ മേ ബി അന്ന് നമ്മുടെ ദിവസമായിരിക്കില്ല, അത്രേ ഉള്ളൂ. ബട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ആ വാശിയും കാര്യങ്ങളൊക്കെ ഇന്ന് ഉണ്ടായിരുന്നു. ലൈക്ക് ജയിച്ചേ പറ്റുള്ളൂ എന്നുള്ളൊരു സാധനം ഇന്ന് ഉണ്ടായിരുന്നു. സോ ആ ഒരു സ്പിരിറ്റിലും കാര്യങ്ങളിലൊക്കെ എല്ലാവരും, ഈവൻ ബോളേഴ്സ് ആയ കൂടെ ആ 173 ഇത്രയും നല്ല വിക്കറ്റിൽ റെസ്ട്രിക്ട് ചെയ്യാൻ അവരുടെയും എഫേർട്ട് ഉണ്ട്. അത് നമ്മൾ കാണാറുണ്ട്. ആൻഡ് ഫീൽഡേഴ്സ് ആൻഡ് ഒരുപാട് നല്ല ക്യാച്ചസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സോ എല്ലാവരുടെയും ഒരു ടീം എഫേർട്ടിലാണ് നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് വിൻ. സൽമാൻ്റെ ഒരു പ്രകടനം കഴിഞ്ഞ മത്സരത്തിൽ 1/2 സെഞ്ചുറി നേടി, ഇന്നും മികച്ച പ്രകടനമായിരുന്നു.
സൽമാന്റെ പ്രകടനത്തെ കുറിച്ച് ഞാൻ എല്ലാ മാച്ച് കഴിയുമ്പോൾ പറയുന്നതാണ്. ബിക്കോസ് ഈസ് സോ കൺസിസ്റ്റന്റ്. ബിക്കോസ് എന്താ പറയുക, തീർച്ചയായിട്ടും വളരെ വലിയ ഭാഗ്യമാണ് നമ്മുടെ ടീമിൽ അവനെ കിട്ടിയത്. ബിക്കോസ് അവൻ നോക്കിക്കോളും. അവൻ അവിടെ ഗ്രൗണ്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് വലിയ ടെൻഷനില്ല, അവൻ നോക്കിക്കോളും നമുക്കറിയാം. സോ എന്താ പറയുക, അവൻ ഇനിയും ഒരുപാട് കളികൾ ജയിപ്പിച്ച് ഇനിയും IPL ഇന്ത്യ കളിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ എന്തായാലും നമ്മോടൊപ്പം സന്തോഷവും ആത്മവിശ്വാസവും പങ്കുവെക്കുകയായിരുന്നു കാലിക്കറ്റിന്റെ നായകനും ഇന്നത്തെ പ്ലെയർ ഓഫ് ദ മാച്ചും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്നും മനോജ് വട്ടിയൂർക്കാവിനൊപ്പം M. നിഖിൽകുമാർ, ജനം. ഇടവേള. KCLലെ ഇന്നലത്തെ രണ്ടാമത്തെ മത്സരം തീർത്തും ആവേശകരമായിരുന്നു. അവിടെ അവസാന പന്തിൽ 6 അടിച്ചാണ് കൊച്ചി ജയിച്ചു കയറിയത്. കൊല്ലം സെയിലേഴ്സിനെ 4 വിക്കറ്റിനാണ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് തോൽപ്പിച്ചത്. 237 റൺസ് പിന്തുടർന്ന് ബാറ്റിംഗിനിറങ്ങിയ കൊച്ചി അവസാന പന്തിൽ മുഹമ്മദ് ആഷിഖ് നേടിയ 6-ആണ് വിജയത്തിലെത്തിച്ചത്. സെഞ്ചുറി നേടിയ സഞ്ജു സാംസണാണ് കളിയിലെ താരം. 42 പന്തിലാണ് സെഞ്ചുറി തികച്ചത് സഞ്ജു. ആദ്യം ബാറ്റ് ചെയ്ത കൊല്ലം സെയിലേഴ്സ് 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിലാണ് 236 റൺസ് എടുത്തത്. സച്ചിൻ ബേബിയുടെയും വിഷ്ണു വിനോദിന്റെയും തകർപ്പൻ ബാറ്റിംഗ് ആയിരുന്നു കൊല്ലത്തിന് കൂറ്റൻ സ്കോർ സമ്മാനിച്ചത്. സിക്സർ അടിച്ച് ടീമിനെ വിജയിപ്പിച്ചതിന്റെ സന്തോഷത്തിലാണ് കൊച്ചിയുടെ ആഷിഖ്. സഞ്ജുവിനൊപ്പം ബാറ്റ് ചെയ്യാൻ സാധിച്ചതും വിജയിപ്പിക്കാനായതും സ്വപ്നതുല്യമാണെന്ന് ആഷിഖ് ജനം TVയോട് പ്രതികരിച്ചു. ക്രിക്കറ്റ് ലീഗിൽ വാശിയേറിയൊരു പോരാട്ടം, അതായത് അടിക്ക് തിരിച്ചടി എന്ന് പറയാൻ സാധിക്കും. കൊല്ലം സെയിലേഴ്സിൻ്റെ അടി, അതിന് കൊച്ചിയുടെ തിരിച്ചടി. ഇപ്പോൾ നമ്മോടൊപ്പം ആഷിഖ് ചേരുന്നുണ്ട്. ആഷിഖ് കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ ഗംഭീരമായി പന്തെറിഞ്ഞതിന് ശേഷം നമ്മൾ മീഡിയാസിനെ കണ്ട ആഷിഖാണ്. ഇന്ന് ടീമിനെ വിജയത്തിലെത്തിയതിന് ശേഷമാണ് നമ്മളെ കാണുന്നത്. ആഷിഖേ, എങ്ങനെയുണ്ടായിരുന്നു ഈ വിജയം? നല്ല ഫീലാണ് കേട്ടോ. കാരണം അത്രയും വലിയ ടാർഗറ്റാണ് ചേസ് ചെയ്തത്. ഒരു ഉഗ്രൻ ടീമാണ് ഓപ്പോസിറ്റ്. അത്ര ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള പ്ലേയേഴ്സ് ഉണ്ട്. സച്ചിൻ ചേട്ടൻ, വിഷ്ണു ചേട്ടൻ, അങ്ങനെ ഷറഫ്, അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ നല്ലൊരു മാച്ചായിരുന്നു. സഞ്ജുവിൻ്റെ കൂടെ കളിക്കാൻ പറ്റി, അവസാനം അടിച്ച് ജയിപ്പിച്ചു. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഉള്ളിൽ. സഞ്ജു ചേട്ടൻ്റെ കൂടെ ബാറ്റ് ചെയ്യണം, സഞ്ജു ചേട്ടൻ ഔട്ടാവണം, ഞാൻ അടിച്ച് ജയിക്കും. ഞാൻ ഇപ്പോൾ ജസ്റ്റ് സഞ്ജു ചേട്ടൻ്റെ അടുത്ത് റൂമിൽ അത് പറഞ്ഞിട്ടേ ഉള്ളൂ. അങ്ങനെ ഒരു ഉള്ളിൽ അത് മിക്കവർക്കും ഉണ്ടാവും. കാരണം സഞ്ജു ചേട്ടൻ്റെ പ്രസൻസ് വരുമ്പോൾ ഭയങ്കര ആൾക്കാർ നമ്മുടെ കളി കാണും. അപ്പോൾ അങ്ങനത്തെ ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പഠിച്ചാൽ സാധിച്ചത് ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ വന്നു, എങ്ങനെ ഫിനിഷ് ചെയ്യാൻ പറ്റി. അവസാന ഓവർ കളിക്കുമ്പോൾ ഷർഫു എന്നിട്ട് ഡോട്ട് ബോളൊക്കെ എറിഞ്ഞ സമയത്ത് അവസാന പന്തിൽ 6 റൺസ് വേണം ജയിക്കാൻ. എന്ത് തോന്നി അപ്പോൾ? അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. കാരണം ടെന്നീസ് ബോൾ കളിക്കണം ഒരു ഫീലിലാണ് ഞാൻ ബാറ്റ് ചെയ്തതും ബോൾ ചെയ്യുന്നതും. അത്രേ ആലോചിക്കാറുള്ളൂ. കാരണം ആ ഒരു മൂഡാണ് അവരും തരുന്നത്. അപ്പോൾ ടെന്നീസ് ബോളിലാണെങ്കിൽ എന്താണ് ചെയ്യുക, അത്രേ അപ്ലൈ ചെയ്തുള്ളൂ. വേറെ അങ്ങനെ കാര്യമായ ചിന്തയിലേക്കൊന്നും പോയില്ല. കിട്ടിയടിക്കാം, അത്ര തന്നെ. കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ ലോവർ ഓർഡറിലേക്ക് ഇറങ്ങിയ സഞ്ജു ഇന്ന് ഓപ്പണിങ്ങിലേക്ക് മാറി ഗംഭീരമായൊരു സെഞ്ചുറി. ഇന്ത്യൻ ടീമിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ സഞ്ജു ഓപ്പണർ സ്ഥാനം ഒന്നും കൂടി ഊട്ടി ഉറപ്പിക്കുകയല്ലേ? അയ്യോ ചേട്ടാ, അതിനെക്കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. അതിനെക്കുറിച്ച് പറയാൻ ആളല്ല. പറഞ്ഞത് ആ പൊസിഷനിൽ കളിക്കാൻ താൻ എന്തുകൊണ്ട് യോഗ്യനാണെന്ന്. ഓഫ് കോഴ്സ് സഞ്ജു ചേട്ടനെ പോലെ ഒരു പ്ലെയർ ഏത് പൊസിഷൻ കളിക്കാനും പുള്ളി ഓക്കെയാണ്. കാരണം ഇന്റർനാഷണലിൽ 3 സെഞ്ചുറി അടിച്ച ആളെടുത്ത് ആളെക്കുറിച്ച് ഞാനിവിടെ ഒരു കളി അടിച്ച് ജയിപ്പിച്ചതിന് എന്ത് പറയാനാണ് ആളെ കുറിച്ചിട്ട്. അടുത്ത മത്സരത്തിലേക്ക് ഇനി എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? അല്ല, ജയിക്കണം, വേറെ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ എന്താണ് സിറ്റുവേഷൻ അതിനനുസരിച്ച് കളിക്കുക, അത്ര തന്നെ. ഒരുപാട് ചിന്തിച്ച് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ എന്തായാലും ടീമിനെ വിജയിപ്പിച്ചതിലെ സന്തോഷത്തിലാണ് ആഷിഖുള്ളത്. കാര്യവട്ടം സ്റ്റേഡിയത്തിൽ നിന്നും ക്യാമറമാൻ നിതിനൊപ്പം M. നിഖിൽകുമാർ, ജനം. അവസാന ഓവർ വരെ എത്തിച്ചതിൽ നിർണായക പങ്കാണ് ഇമ്പാക്ട് പ്ലെയറായി ഇറങ്ങിയ അജയ് ഘോഷ് വഹിച്ചത്. സഞ്ജുവിൻ്റെ വിക്കറ്റ് വീഴ്ത്തിയതും അജയ് ഘോഷ് ആയിരുന്നു. ഈ അജയ് ഘോഷിനെ ടെന്നീസ് ബോൾ ക്രിക്കറ്റ് കളിക്കുന്ന കാലം മുതൽ നേരിട്ടറിയാം. അത്രയേറെ ആത്മവിശ്വാസത്തോടെ കഠിനാധ്വാനത്തോടെ കളിച്ചു വളർന്നു വന്ന ഒരു താരമാണ് അജയ് ഘോഷ്. കേരള ക്രിക്കറ്റ് ലീഗിൽ വാശിയേറിയ അത്യന്തം ആവേശം നിറഞ്ഞൊരു പോരാട്ടത്തിലാണ് ഇന്ന് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം സാക്ഷിയായത്. അതിലേറ്റവും നിർണായകമായത് സഞ്ജു സാംസന്റെ പ്രകടനമായിരുന്നു. ഇന്ന് നമ്മോടൊപ്പം ഒരാൾ കൂടിയുണ്ട്, അജയ് ഘോഷ്. അജയ് ഘോഷ് വന്നാൽ സഞ്ജു സാംസന്റെ വിക്കറ്റ് എടുത്ത, കൃത്യമായി പറഞ്ഞാൽ സഞ്ജു സാംസൺ സ്റ്റമ്പ് തെറിപ്പിച്ച അജയ് ഘോഷാണ് നമ്മുടെ കൂടെ. അജയ് ഘോഷ്, എങ്ങനെയുണ്ടായിരുന്നു? ടീമിന് വേണ്ടി നല്ലോണം ചെയ്യാൻ കുറച്ചുകൂടെ ചെയ്യായിരുന്നു. ഇപ്പോൾ ടീമിന് ജയിപ്പിക്കണമായിരുന്നു, അതായിരുന്നു ചെയ്യേണ്ടത്. വിക്കറ്റിന് വേണ്ടിയല്ല എറിഞ്ഞ്, ഡോട്ട് ബോളിന് വേണ്ടിയാണ് എറിഞ്ഞത് കൂടുതലും. സഞ്ജുവിനെ പോലെ ഇന്ത്യൻ ടീം കളിക്കുന്ന ഒരു താരത്തിനെതിരെ പന്തെറിഞ്ഞപ്പോൾ എന്ത് തോന്നി? ആദ്യം എറിയുമ്പോൾ കുറച്ച് പ്രഷർ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ഓവറൊക്കെ എറിഞ്ഞപ്പോൾ നല്ലോണം ഒരു വാശി തോന്നി, എറിഞ്ഞ് പിടിക്കണമെന്നൊരു, ടീമിനെ ജയിപ്പിക്കണമെന്ന് മാത്രം. ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ ഇമ്പാക്ട് പ്ലെയറായിട്ടാണ് കളത്തിലേക്ക് വരുന്നത്. അതെ. ടീമിന് നല്ലോണം എന്താ പറയുക, നല്ലോണം ജയിപ്പിക്കണമായിരുന്നു, അതാണ് ലക്ഷ്യം. പക്ഷേ നടന്നില്ല.
ബാക്കിയുള്ളവരുടെ പറയണം, ഇന്നിപ്പോൾ വിഷ്ണുവും സച്ചിൻ ബേബിയും ഒക്കെ തകർത്തടിച്ചു. ഗംഭീരമായ ഒരു കളിയായിരുന്നല്ലേ? അതെ അതെ അതെ, കുറച്ച് ഒരു 10 റണ്ണും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ജയിക്കായിരുന്നു. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. അപ്പം നമ്മോടൊപ്പം ചേർന്നത് അജയ് ഘോഷാണ്. അജയ് ഘോഷ് ഇന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സഞ്ജു സാംസന്റെ വിക്കറ്റ് എടുത്ത അജയ് ഘോഷാണ്. കാര്യവട്ടം സ്റ്റേഡിയത്തിൽ നിന്നും എം നിഖിൽകുമാർ, ജനം. വീണ്ടും ഇടവേള. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം തൽക്കാലം രാജിവെക്കേണ്ടെന്ന് കോൺഗ്രസിൽ ധാരണ. രാജിവെച്ചാൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് നിയമോപദേശം ലഭിച്ചു. ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ BJP വിജയിക്കുമെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. വിവരങ്ങളുമായി പ്രജിത് മോഹൻ ഒപ്പം ചേരുന്നു. പ്രജിത്ത്, അപ്പോൾ അതാണ് കാരണം. ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകും, ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ BJP ജയിക്കും. അപ്പോൾ അതിനുവേണ്ടി രാഹുലിനെ ചുമക്കുക അല്ലേ? തന്നെയാണ്. കാരണം ഇത്രയധികം മുതിർന്ന നേതാക്കൾ സമ്മർദ്ദം ചെലുത്തിയിട്ടും പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാക്കുന്ന സാഹചര്യം അത് ഒഴിവാക്കുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും നേതൃത്വത്തിൻ്റെ തീരുമാനം എന്നുള്ളതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പ്രത്യേകിച്ച് രാഹുൽ രാജിവെക്കണമെന്നുള്ളത് പല നേതാക്കളും, രമേശ് ചെന്നിത്തലയെ പോലെയുള്ള നേതാക്കൾ പോലും ആവശ്യപ്പെട്ടതാണ്. പക്ഷേ UDFിൻ്റെ ഒരു വിലയിരുത്തലിലേക്ക്, ചർച്ചയിലേക്ക് വരുമ്പോൾ നിലവിൽ ഒരു രാഹുൽ രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായാൽ എന്തായാലും ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ളത് കോൺഗ്രസിന് വ്യക്തമായിരിക്കുന്നു. ഇത് സംബന്ധിച്ച് ഒരു നിയമോപദേശം നേരത്തെ കോൺഗ്രസ് നേടിയിരുന്നു. അതിന് ലഭിച്ച മറുപടിയിലും ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ലഭിച്ചത്. തുടർന്ന് അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ നിലവിലത്തെ സാഹചര്യത്തിൽ പാലക്കാട് BJP വിജയിച്ചു കയറുമെന്നുള്ളതാണ് കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും പ്രത്യേകിച്ചുള്ള വിലയിരുത്തൽ. അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കുക എന്നുള്ളതാണ് ഏത് സാഹചര്യത്തിലായാലും ശരി, എത്ര വിമർശനം കേട്ടാലും ഇനി രാഹുലിനെ ചുമക്കുക എന്നുള്ളത് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നതിലേക്ക് പോയിരിക്കുന്നത്, UDF തീരുമാനിച്ചിരിക്കുന്നതിലേക്ക് പോയിരിക്കുന്നത്. ഇതിൽ കോൺഗ്രസിൻ്റെ ഉള്ളിലെ മാത്രം തീരുമാനമല്ല ഇത് വന്നിരിക്കുന്നതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. സഖ്യകക്ഷികളടക്കമുള്ളവർ ഇക്കാര്യത്തിൽ ആ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ UDF വഴി സമ്മർദ്ദം ചെലുത്തിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഒപ്പം ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യം ഉണ്ടാകരുത്, അങ്ങനെ വന്നാൽ BJP വിജയിച്ചു കയറും, BJP പാലക്കാട് വിജയിക്കുകയാണെങ്കിൽ അതിൻ്റെ അലയൊലികൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലും തുടർന്ന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നതിലേക്ക് നയിക്കും എന്നുള്ള മുന്നറിയിപ്പ് കൂടി ഈ നേതാക്കൾ നൽകിയിരുന്നു. ഇതിൻ്റെ എല്ലാം കൂടി അടിസ്ഥാനത്തിലാണ് തൽക്കാലം രാഹുലിനെ ചുമക്കുക എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് പോയിരിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണം വന്നപ്പോൾ ആദ്യം പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളുമായി മുന്നിട്ടിറങ്ങിയത് BJP ആണ്. ഇപ്പോൾ രാഹുലിൻ്റെ ഒരു നേരത്തെ ഉണ്ടായിരുന്ന ഹൂ കേസ് എന്ന് പറയുന്ന ആ ഡയലോഗ് ഒരു കോഴിയുടെ രൂപത്തിലൊക്കെ ചിത്രമൊക്കെ ഉണ്ടാക്കി അതോടൊപ്പം തന്നെ കോഴികളുമായി രാഹുലിൻ്റെ ഓഫീസിലേക്കൊക്കെ മാർച്ച് നടത്തുന്ന സാഹചര്യം, അങ്ങനെ വലിയ പ്രക്ഷോഭത്തിന് ആദ്യഘട്ടത്തിൽ തന്നെ BJPയും യുവമോർച്ചയും മഹിളാ മോർച്ചയും ഒക്കെ നേതൃത്വം നൽകുന്ന സാഹചര്യമുണ്ടായി. മുൻപുള്ള MLAമാരുടെയും CPM നേതാക്കളുടെയും ഒക്കെ അവർക്കൊക്കെ എതിരെ ഉയർന്നിട്ടുള്ള ലൈംഗിക പീഡന ആരോപണങ്ങളിൽ കൃത്യമായി ഇരകൾക്കൊപ്പം നിൽക്കാതെ വേട്ടക്കാരെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ച CPMന് ഒരു ഘട്ടത്തിൽ പോലും രാഹുലിന്റെ വിഷയത്തിൽ കോൺഗ്രസിനെ UDFിനെ രാഹുൽ രാജിവെക്കേണ്ടതില്ല എന്ന ധാരണയിലേക്ക് എത്തുന്നത് കോൺഗ്രസ് പാർട്ടി ഒന്നാകെയല്ലോ, 3-4 പേർ ചേർന്ന് തീരുമാനമെടുക്കുന്നു. പക്ഷെ അത് പാർട്ടിക്കുള്ളിൽ ഉണ്ടാക്കാൻ പോകുന്ന അലയൊലികൾ. ഇപ്പോൾ ഉമാ തോമസിനെ പോലെയുള്ള നേതാക്കൾ ആവർത്തിച്ച് രാഹുലിന്റെ രാജി എന്നുള്ള കാര്യത്തിൽ ആ ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. പ്രത്യേകിച്ച് വനിതാ നേതാക്കൾ പാർട്ടിയുടെ ഒരു തീരുമാനം ആദ്യഘട്ടത്തിൽ വരുമെന്ന് ഉറപ്പായപ്പോൾ, പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തലയും VD സതീശനെയും പോലെയുള്ള നേതാക്കളൊക്കെ ഈ ആദ്യഘട്ടത്തിൽ രാഹുലിന്റെ രാജി എന്നുള്ളൊരു നിലപാടിലേക്ക് പോയിരുന്നു. പിന്നീടാണ് ഈ നേതാക്കൾക്ക് മനംമാറ്റം വന്നത്. പക്ഷേ ഈ രാഹുലിന്റെ രാജി എന്നുള്ള നിലപാടിലേക്ക് പോയ സമയത്ത് അതിൽ വിശ്വസിച്ച് പരസ്യമായി രാഹുൽ രാജിവെക്കണം, പ്രത്യക്ഷ രാഷ്ട്രീയത്തിൽ നിന്ന് രാഹുൽ മാറി നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടത് ഉമാ തോമസിനെയും ബിന്ദു കൃഷ്ണയും പോലെയുള്ള നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു. അവർക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം വനിതാ നേതാക്കൾ എന്ന് പോലും നോക്കാതെ കോൺഗ്രസിന്റെ തന്നെ അണികൾ അഴിച്ചുവിടുന്ന സാഹചര്യവും ഉണ്ടായി. അങ്ങനെ കോൺഗ്രസിൽ വലിയൊരു ഭിന്നത ഈ വിഷയത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു ലൈംഗികാരോപണം ഉയർന്നൊരു നേതാവിനെതിരെ ഗർഭചിത്രമടക്കം ഒരു യുവതിയെ നിർബന്ധിച്ച് ചെയ്യിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണവും അതിന് ശക്തമായ തെളിവുകളുമുള്ള ഒരു നേതാവിനെ സംരക്ഷിക്കരുതെന്നാണ് വനിതാ നേതാക്കളുടെ നിലപാട്. പക്ഷേ അതിനെ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി പേടിച്ച് BJPയെ പേടിച്ച് ആ നിലപാടിൽ നിന്ന് അത്തരമൊരു തീരുമാനമെടുക്കുന്നതിൽ നിന്നും ഇപ്പോൾ കോൺഗ്രസ് പിന്നോട്ട് പോവുകയാണ്. കാരണം ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെടുമെന്ന നിയമോപദേശം കൂടി ലഭിച്ച സാഹചര്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്നു, നിയമസഭാ സമ്മേളനം അടുത്ത് നിൽക്കുന്നു, അതിനുശേഷം പൊതു തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ അസംബ്ലി തെരഞ്ഞെടുപ്പും വരുന്നു. ആ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ തങ്ങൾക്കുണ്ടാകുന്ന വലിയ രാഷ്ട്രീയമായ തിരിച്ചടി ഭയന്നുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്ന നിലപാടിലേക്ക് ഇപ്പോൾ കോൺഗ്രസ് പോയിരിക്കുന്നത്. അതിന് ഈ UDFിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് UDFിന്റെ വിലയിരുത്തൽ തന്നെ BJP വിജയിച്ചു കയറുമെന്നുള്ളതാണ്.
എന്നുള്ളതാണ്. ആ ഒരൊറ്റ കാര്യം കൊണ്ട് കോൺഗ്രസ് തങ്ങളുടെ ആദ്യഘട്ടത്തിൽ സ്വീകരിച്ച കടുത്ത നിലപാടിൽ നിന്ന് പിന്നോട്ട് പോവുകയാണ്. രാഹുൽ തൽക്കാലം രാജിവെക്കില്ല. ആദ്യഘട്ടം മുതൽ തന്നെ രാഹുലിന്റെ രാജി ഉടനുണ്ടാകുമെന്ന് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തപ്പോഴും ജനൻ ടി വി കൃത്യമായി പറഞ്ഞിരുന്നു രാഹുൽ ആ ഘട്ടത്തിൽ ഒന്നും രാജിവെക്കാൻ പോകുന്നില്ല എന്നുള്ളത്. ഇപ്പോൾ ഇതാ ഈ രീതിയിലും കോൺഗ്രസിനെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്ന ഘട്ടത്തിലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് സംരക്ഷിച്ചു നിർത്തുകയാണ്. അതിൽ കോൺഗ്രസ് ശക്തമായ ഒരു ധാരണയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത്, ഉറപ്പുള്ള ഒരു ധാരണയിലേക്ക് രാഹുൽ രാജിവെക്കില്ല എന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതും ജനൻ ടി വി റിപ്പോർട്ട് ചെയ്യുകയാണ്. ആശയക്കുഴപ്പങ്ങളല്ല ഇപ്പോഴുള്ളത്. കോൺഗ്രസ് നേതൃത്വത്തിനിടയിൽ ഒരു ധാരണ എത്തിയിരിക്കുന്നു. ഈ വിവാദങ്ങൾ എന്തു തന്നെയായാലും തൽക്കാലം രാഹുലിനെ ചുമക്കുക. തിരഞ്ഞെടുപ്പിൽ നേരിടുന്ന വലിയൊരു തിരിച്ചടിയെ നേരിടാനുള്ള ശേഷി കോൺഗ്രസിനില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. കാരണം ഈ രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അക്കാലത്ത് നടന്ന 5 ഉപതെരഞ്ഞെടുപ്പുകളിൽ 4 എണ്ണത്തിലും കോൺഗ്രസ് തന്നെയാണ് വിജയിച്ചു കയറിയത്. അത് തൃക്കാക്കരയിലാണെങ്കിലും ശരി, പുതുപ്പള്ളിയിലാണെങ്കിലും ശരി, അങ്ങനെയുള്ള എല്ലാ ഇടങ്ങളിലുമൊക്കെ വിജയിച്ചു കയറിയത് കോൺഗ്രസ് ആണ്. പക്ഷേ ഇനി ഈ പറയുന്ന പോലെ പാലക്കാട് പോലൊരു ഉപതെരഞ്ഞെടുപ്പിൽ നിലവിൽ നിർണായകമായിരിക്കുന്ന ഒരു സമയത്ത്, തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന തിരിച്ചടി അത് തുടർ തെരഞ്ഞെടുപ്പുകളെയൊക്കെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ കോൺഗ്രസിനും UDF-നും മറിച്ചൊരു അഭിപ്രായമില്ല. ഈ ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ചേർന്ന് വരുന്ന വിവാദങ്ങളിൽ ഇടയ്ക്ക് മുസ്ലിം ലീഗ് അടക്കം പ്രതിസന്ധിയിലാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പഴയ ഐസ്ക്രീം വിവാദമടക്കം പൊതുസമൂഹത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകളിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ മുസ്ലിം ലീഗിന് വരെ അതൃപ്തിയൊക്കെ ഉണ്ടായ സാഹചര്യമാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ UDF-ൽ നിന്ന് ഒറ്റക്കെട്ടായി അല്ലെങ്കിൽ കോൺഗ്രസ് തന്നെ രാഹുലിന്റെ രാജി വേണ്ട എന്നുള്ളൊരു ധാരണയിലേക്ക് പോകുന്നത്. ഇത് സംഘടനാപരമായ പാലക്കാട് MLA സ്ഥാനം രാഹുൽ രാജിവെക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തുന്നു. രാജിവെച്ചാൽ ഉപതെരഞ്ഞെടുപ്പുണ്ടാകും. ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ അവിടെ BJP ജയിക്കും. ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസിന് BJP പേടി. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത് മോഹൻ. എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി നിയമന നടപടികൾ വേഗത്തിലാക്കാൻ സംസ്ഥാനതല ജില്ലാതല സമിതികൾക്ക് തുടക്കമിട്ട് വിദ്യാഭ്യാസ വകുപ്പ്. എയ്ഡഡ് സ്കൂളുകളിൽ ഭിന്നശേഷി വിഭാഗക്കാർക്ക് നിയമന സംവരണം ഉറപ്പാക്കാനുള്ള നടപടികൾ സുഗമമാക്കാനാണ് നീക്കം. ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും നിർദ്ദേശങ്ങൾക്കനുസരിച്ച് വിശദമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് നിയമനം നടത്താനായി സംസ്ഥാനതല ജില്ലാതല സമിതികൾ രൂപീകരിച്ചിട്ടുണ്ട്. ശാലിനി ഒപ്പം ചേരുന്നു. ശാലിനി, എന്താണ് വിവരങ്ങൾ? കൃഷ്ണരാജ്, ഈ എയ്ഡഡ് സ്കൂളുകളിൽ ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള നിയമനങ്ങൾ അത് വലിയ രീതിയിലുള്ള വിവാദമാവുകയും ഇവർക്ക് നിയമനങ്ങൾ അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ള പരാതികളൊക്കെ ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് സർക്കാർ ഇത് വിശദമായി പരിശോധിക്കുകയും ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന നിർണായക യോഗങ്ങളിൽ നിർണായകമായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തിട്ടുള്ളത്. അതിൽ സംസ്ഥാനതല ജില്ലാതല സമിതികൾ രൂപീകരിച്ചുകൊണ്ട് ഈ നിയമനം ഏകോപിപ്പിക്കാനാണ് ഇപ്പോൾ സർക്കാർ തലത്തിൽ ധാരണയായിട്ടുള്ളത്. അതിന് പ്രധാനമായും സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും ഒക്കെ നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കി ആ മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ നിയമനങ്ങൾ വേഗത്തിലാക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 1996 മുതൽ 2017 വരെ 3% സംവരണവും പിന്നീട് 4% സംവരണവും നടപ്പാക്കേണ്ടതായിട്ടുണ്ട്. ഇത് കൃത്യമായി നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് സർക്കാർ വിലയിരുത്തുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ആ സംവരണം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിയമനം വേഗത്തിലാക്കാനുള്ള സമിതികൾ രൂപീകരിച്ചിട്ടുള്ളത്. ഇന്ന് തന്നെ ഈ സമിതികളുടെ പ്രവർത്തനം ആരംഭിക്കുമെന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഉത്തരവ്. ഉത്തരവിൽ പറയുന്നതും അത്തരത്തിൽ തന്നെയാണ്. നിയമന നടപടികൾ ഈ മാസം 25-ന് ആരംഭിച്ച് ഉടൻ തന്നെ പൂർത്തിയാക്കുമെന്നുള്ളതാണ് സർക്കാർ തലത്തിൽ എടുത്തിട്ടുള്ള തീരുമാനം. ഒപ്പം തന്നെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളെ നിയമിക്കാനും ഇതുവഴി കഴിയുമെന്നുള്ളതാണ് സർക്കാർ കരുതുകയും ചെയ്യുന്നത്. അതുകൂടെ പ്രശ്നപരിഹാരം നടത്താമെന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി കരുതുകയും അതുമായി ബന്ധപ്പെട്ട നടപടികളാണ് വകുപ്പ് സ്വീകരിക്കുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ ഈ ഭിന്നശേഷി നിയമനം പൂർത്തിയാക്കിയ ശേഷം താൽക്കാലികമായി നിയമനം ലഭിച്ച മറ്റ് അനധ്യാപക ജീവനക്കാരുടെ നിയമനം അടക്കമുള്ള കാര്യങ്ങൾ സ്ഥിരപ്പെടുത്താനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ഉൾപ്പെടെ ഇതുവരെ 1100 പരം ഭിന്നശേഷി വിഭാഗക്കാരാണ് വിദ്യാഭ്യാസ വകുപ്പിൽ മാത്രം നിയമനം ലഭിച്ചിട്ടുള്ളത്. ഇവരുടെയൊക്കെ നിയമനം ഉറപ്പുവരുത്തുക, പരിരക്ഷ നൽകുക എന്നുള്ളതാണ് ഈ നിർദ്ദേശങ്ങളിലൂടെയും ഈ നടപടികളിലൂടെയും സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഒപ്പം തന്നെ 2018 നവംബർ 18-നും 2021 നവംബർ 8-നും ഇടയിലെ ഒഴിവുകളിൽ നിയമിക്കപ്പെട്ടവർക്ക് പ്രൊബേഷനായും അപ്പോൾ തന്നെ അതിനുശേഷം നിയമിക്കപ്പെട്ടവർക്ക് ദിവസവേതന അടിസ്ഥാനത്തിലും ശമ്പളം നൽകാനും ഉത്തരവായിക്കൊണ്ടാണ് സർക്കാർ ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുള്ളത്. എന്തായാലും ഭിന്നശേഷി വിഭാഗക്കാർക്ക് പ്രത്യേകിച്ച് എയ്ഡഡ് മേഖലയിൽ ജോലി കാത്തിരുന്ന ആളുകൾക്ക് ശുഭവാർത്ത കൂടിയാണ് ഈ ഒരു തീരുമാനം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏറെ നാളത്തെ പരിശ്രമങ്ങൾക്കും ചർച്ചകൾക്കും ഒടുവിലാണ് സർക്കാർ തലത്തിൽ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പിൽ ഇത്തരത്തിലൊരു നിർണായക തീരുമാനം സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാകാൻ പോകുന്നത്. കൃഷ്ണരാജൻ, ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് ശാലിനി.
2030 ഓഗസ്റ്റ് 24 ജാതി മതഭേദമില്ലാതെ 500 ജോഡികളുടെ സമൂഹ വിവാഹത്തിന് തൃശൂർ തേക്കിൻകാട് മൈതാനം സാക്ഷ്യം വഹിക്കുമെന്ന് ധനലക്ഷ്മി ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ വിപിൻ ദാസ് കടങ്ങോട്ട്. ഗ്രൂപ്പിന്റെ 5ാം വാർഷികാഘോഷ വേദിയിലായിരുന്നു പ്രഖ്യാപനം. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി 10 പുതിയ പദ്ധതികൾക്ക് ഗ്രൂപ്പ് തുടക്കം കുറിച്ചു. 5ാം വാർഷിക ദിനമായിരുന്ന ഞായറാഴ്ച 10 പുതിയ പദ്ധതികൾക്കാണ് ഗ്രൂപ്പ് തുടക്കം കുറിച്ചത്. ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ പുതിയ ക്രെഡിറ്റ് സൊസൈറ്റിയായ ഫാംകോയുടെ ഹെഡ് ഓഫീസിന്റെ ശിലാസ്ഥാപനം മണ്ണുത്തിയിൽ മെഡിക്കൽ ആസ്ട്രോളജർ മോഹൻ കെ വേദകുമാർ നിർവഹിച്ചു. ഡൽഹി, ഉത്തർപ്രദേശ്, ഹരിയാന, ഗുജറാത്ത് എന്നീ 4 സംസ്ഥാനങ്ങളിലെ പുതിയ ശാഖകളുടെ ഉദ്ഘാടനവും ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ഹെഡ് ഓഫീസിന്റെ ഉദ്ഘാടനവും ശിലാസ്ഥാപന ചടങ്ങിന് ശേഷം നടന്നു. തെരുവിൽ വിശന്നു വലയുന്ന 100 പേർക്ക് ദിവസേന ഭക്ഷണം നൽകുന്ന അന്നസാരഥി പദ്ധതിയുടെ ഫ്ളാഗ് ഓഫും നടത്തി. തുടർന്ന് കമ്പനി ഹെഡ് ഓഫീസിലെ ധനവിസ്മയ ഹാളിൽ നടന്ന വാർഷികാഘോഷ ചടങ്ങ് ഡോക്ടർ വിപിൻ ദാസ് കടങ്ങോട്ട്, ആസ്ട്രോളജർ മോഹൻ കെ വേദകുമാർ, ഡയറക്ടർ ശ്യാംദേവ്, സൂരജ് കെ ബി, ബൈജു എസ് ചുള്ളിയിൽ, സുനിൽകുമാർ കെ എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. അംഗപരിമിതരായ 100 പേർക്ക് സൗജന്യമായി കൃത്രിമ കാലുകൾ നൽകുന്നതിന്റെ 1ാം ഘട്ടവും ചൂരൽമലയിലെ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിനായി നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽദാനവും ചടങ്ങിൽ നടന്നു. ഡോക്ടർ വിപിൻ ദാസ് കടങ്ങോട്ട് എഴുതിയ ഹാലാസ്യം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം മെഡിക്കൽ ആസ്ട്രോളജർ മോഹൻ കെ വേദകുമാർ ലയൺ ജെയിംസ് വളപ്പിലേക്ക് നൽകി പ്രകാശനം ചെയ്തു. തൃശൂർ ആറാട്ടുപുഴയിലെ 4 ഏക്കർ വരുന്ന അഗ്രോ ഫാമിന്റെ ഉദ്ഘാടനവും കമ്പനിയുടെ 10,000-ഓളം വരുന്ന കസ്റ്റമേഴ്സിന് നന്ദി അറിയിക്കുന്നതിനായി കേരളത്തിലെ 14 ജില്ലകളിലും തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, തെലങ്കാന തുടങ്ങിയ 6 സംസ്ഥാനങ്ങളിലെ ബ്രാഞ്ചുകളിലും ഇൻവെസ്റ്റേഴ്സ് മീറ്റും സംഘടിപ്പിച്ചു. സംസ്ഥാനത്തെ 27 അനാഥാലയങ്ങളിലെ അന്തേവാസികൾക്ക് പ്ലേറ്റും ഗ്ലാസും ഉച്ചഭക്ഷണവും വാർഷികാഘോഷ ദിനത്തിൽ വിതരണം ചെയ്തു. ഗ്രൂപ്പിന്റെ 10ാം വാർഷിക ദിനമായ 2030 ഓഗസ്റ്റ് 24 തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ ജാതിമത ഭേദമില്ലാതെ 500 ജോഡികളുടെ സമൂഹ വിവാഹം നടത്തുമെന്ന് ചെയർമാൻ ഡോക്ടർ വിപിൻ ദാസ് കടങ്ങോട്ട് ചടങ്ങിൽ പ്രഖ്യാപിച്ചു. കമ്പനിയുടെ വരും വാർഷിക ദിനങ്ങളിലും 100 പേർക്ക് സൗജന്യമായി കൃത്രിമ കാലുകൾ നൽകുന്ന പദ്ധതി തുടരുമെന്നും ചെയർമാൻ വ്യക്തമാക്കി. 1-ാം വർഷം പിന്നിടുമ്പോൾ ഓൾമോസ്റ്റ് ഏകദേശം 2500-ഓളം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് കിറ്റുകൾ നൽകിക്കൊണ്ടു 2022 2ാം വാർഷികം ആഘോഷിക്കുമ്പോൾ തേക്കിൻകാട് മൈതാനത്ത് വലിയൊരു സമൂഹ വിവാഹത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടും അതേ വർഷം തന്നെ 2022 ഡിസംബർ 31 ഇന്നിരിക്കുന്ന 232 ദിവസങ്ങൾ കൊണ്ട് പണി പൂർത്തീകരിച്ച 27,000 സ്ക്വയർ ഫീറ്റ് ഈ ഒരു കോർപ്പറേറ്റ് ഓഫീസും അന്നേ ദിവസം തന്നെ 216 ആദിവാസികളുടെ വിവാഹം നടത്തുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മാർച്ച് 2024 മാർച്ച് 25-ാം തീയതി ശ്രീ പത്മനാഭന്റെ മണ്ണിൽ ശ്രീ പർവിക്കാവ് ക്ഷേത്ര സന്നിധിയിൽ 216 ആദിവാസി യുവതികളുടെ വിവാഹം നടത്തിക്കൊണ്ട് ചരിത്രം കുറിച്ച് ഇന്ന് 5 വർഷം പൂർത്തീകരിക്കുമ്പോൾ ഇന്ത്യയിലുടനീളം 10 പദ്ധതികൾക്ക് രൂപം നൽകിക്കൊണ്ടാണ് ധനലക്ഷ്മി ഗ്രൂപ്പ് ഈ 5ാം വാർഷികം ആഘോഷിക്കുന്നത്. 2020 ഓഗസ്റ്റ് 24 തൃശൂർ ആസ്ഥാനമായി ധനലക്ഷ്മി എന്ന ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത്. തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിൽ ഒരു ബ്രാഞ്ചിൽ തുടങ്ങിയ ധനലക്ഷ്മി 5 വർഷം കൊണ്ട് 10 സംസ്ഥാനങ്ങളിലായി 10,000-ഓളം നിക്ഷേപകരും 160-ഓളം ശാഖകളുമായി മുന്നേറുകയാണ്. ജനം, തൃശൂർ. വീണ്ടും ഇടവേള. ഒരു നാട് മുഴുവൻ ഒരുമിച്ച ഗോപൂജ മഹോത്സവത്തിൽ വൻ ജനപങ്കാളിത്തം. കോഴിക്കോട് കുന്നത്തുപാലം ഒളവണ്ണ ഉപനഗരത്തിന്റെ ഗോപൂജ മഹോത്സവമാണ് നാടിന്റെ ആഘോഷമായി മാറിയത്. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിലായിരുന്നു കർഷകരെ ആദരിക്കലും ഗോപൂജയും. സ്ത്രീകളും കുട്ടികളും പ്രായമായവരും ഉൾപ്പെടെ നിരവധി ആളുകൾ ഗോപൂജ ഉത്സവത്തിൽ പങ്കാളികളായി. ഗോക്കളെ ആദരിക്കുന്നതായിരുന്നു പ്രധാന ചടങ്ങ്. നിരവധി ക്ഷീര കർഷകരെയും ചടങ്ങിൽ ആദരിച്ചു. ഇതിന്റെ ഭാഗമായി പൂജാകർമ്മങ്ങളും നടന്നു. മാതാ അമൃതാനന്ദമയി മഠത്തിലെ സ്വാമി വിവേകാമൃതപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. കേരളത്തിൽ നിലനിന്നിരുന്ന കാർഷിക സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു ഗോക്കളെ പൂജിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഭാരതീയ സംസ്കാരത്തില് എല്ലാത്തിനെയും ഈ പ്രകൃതിയെ തന്നെ ആരാധിക്കുക എന്നുള്ളതാണ് ഈശ്വരനെ ആരാധിക്കുന്നത് തുല്യമായിട്ട് നമ്മൾ കാണുന്നത്. കാരണം ഈശ്വരൻ്റെ മറ്റൊരു മുഖമാണ് പ്രകൃതി. പ്രകൃതിയിലുള്ള എല്ലാ വസ്തുക്കളെയും നമ്മൾ ആരാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വൃക്ഷങ്ങളെ ആരാധിക്കും, സസ്യങ്ങളെ ആരാധിക്കും, പശുവിനെ ആരാധിക്കും, എല്ലാത്തിനെയും ആരാധിക്കും. അതുപോലെ പശുവിനെയും ഒക്കെ നമ്മൾ ആരാധിക്കുന്ന ഒരു സിസ്റ്റം പണ്ട് മുതലേ ഉണ്ട്. അപ്പോൾ പശുവിലും നമ്മൾ കാണുന്നത് ഈശ്വരനെയാണ്.
പക്ഷിയിലും കാണുന്ന ഈശ്വരനെയാണ്, സകല വസ്തുക്കളിൽ നമ്മൾ കാണുന്ന ഈശ്വരനെയാണ്. ശാന്തി സുധാശ്രമത്തിലെ സ്വാമിജി ആത്മചൈതന്യജി അധ്യക്ഷത വഹിച്ചു. ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ ചുറ്റി സഞ്ചരിക്കാൻ പറഞ്ഞാൽ കാമധേനുവിനെ ചുറ്റി സഞ്ചരിക്കുന്നതിന് സമമാണ്. അങ്ങനെ വരുമ്പോൾ പശു നമുക്ക് സമ്പത്തിൻ്റെ, സമൃദ്ധിയുടെ, എല്ലാത്തിൻ്റെയും പ്രതീകമാണ്. ആ സമ്പത്ത് എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും പശുവിൻ്റേതായ ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും എത്തുന്നുണ്ട്. കൃഷിയിലാണെങ്കിലും ക്ഷേത്രകാര്യങ്ങളിലാണെങ്കിലും എല്ലാ മേഖലകളിലും. തുടർന്ന് ഗോപൂജ നടത്തി. ചടങ്ങുകളുടെ ഉദ്ഘാടനം ഭഗവാൻ കൃഷ്ണൻ മാല ചാർത്തി ഡോക്ടർ നിഷിത മിഥിൻ നിർവഹിച്ചു. ഒരു നാടിന്റെ കാർഷിക സംസ്കൃതിയെ ഓർമ്മിപ്പിച്ച ചടങ്ങ് നവ്യാനുഭവമായി മാറി. ജനം, കോഴിക്കോട്. കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മൊബൈൽ ഫോൺ എറിഞ്ഞുകൊടുക്കാനായി കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മൊബൈൽ ഫോൺ എറിഞ്ഞുകൊടുക്കുന്നതിനിടെ ഒരാൾ പിടിയിൽ. പനങ്കാവ് സ്വദേശി അക്ഷയാണ് പിടിയിലായത്. ജയിൽ കോമ്പൗണ്ടിലേക്ക് കടന്നാണ് ഇയാൾ ഫോൺ എറിഞ്ഞുകൊടുക്കാൻ ശ്രമിച്ചത്. വാർഡർമാരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ പിടികൂടുകയായിരുന്നു. വിവരങ്ങളുമായി മിഥുൻ പിള്ള ഒപ്പം ചേരുന്നു. മിഥുൻ, ഈ മൊബൈൽ വരുന്ന വഴിയോ വ്യക്തമാകുന്നത്? പനങ്കാവ് സ്വദേശിയായ അക്ഷയ് കെ എന്ന് പറയുന്ന വ്യക്തി ഈ ജയിലിന്റെ കോമ്പൗണ്ടിനുള്ളിലേക്ക് കടന്ന് പുറത്തു നിന്ന് ജയിലിനകത്തേക്ക് മൊബൈൽ എറിഞ്ഞു കൊടുക്കുകയായിരുന്നു. ഇത് അവിടെ ഗാർഡ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുകയും ഉടൻ തന്നെ ഇയാളെ പിടികൂടുകയുമായിരുന്നു. ഇയാളിൽ നിന്ന് പുകയില ഉൽപ്പന്നങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഇയാൾ അതും ജയിലിലേക്ക് എറിഞ്ഞു കൊടുക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു എന്നൊരു കാര്യം കൂടി സംശയം നിലനിൽക്കുന്നുണ്ട്. നിലവിൽ ഈ ജോയിന്റ് സൂപ്രണ്ടിന്റെ പരാതിയിൽ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മൊബൈൽ ഫോണും ഈ ലഹരി ഉൽപ്പന്നങ്ങളും പുറത്തു നിന്ന് എങ്ങനെ ഉള്ളിലേക്ക് എത്തുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത് എന്നും കൂടി വിലയിരുത്തുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ പുറത്തു നിന്ന് എറിഞ്ഞുള്ളിലേക്ക് കൊടുക്കുന്നതാണ് ജയിലിലുള്ള തടവു പുള്ളികൾക്ക് ഇത്തരത്തിൽ മൊബൈൽ ഫോണും ലഹരി വസ്തുക്കളും കിട്ടുന്നതെന്ന ആ കാര്യം തന്നെയാണ് പോലീസും വ്യക്തമാക്കുന്നത്. കൃഷ്ണരാജ്. ശരി. കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മൊബൈൽ ഫോൺ പുറത്തു നിന്ന് എറിഞ്ഞു കൊടുക്കുന്ന ആൾ പിടിയിലായിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ പിള്ള. പുത്തൻപുലരിക്കായി അനുവദിക്കപ്പെട്ട സമയം അവസാനിക്കുകയാണ്. ഓണാഘോഷങ്ങളിലേക്ക് പോവുകയാണ് നാട്. നാളെ അത്തമാണ്. അപ്പോൾ പുതിയ രൂപത്തിൽ നാളെ മുതൽ പുത്തൻപുലരി പ്രേക്ഷകരിലേക്ക് എത്തും. ഇന്നിപ്പോൾ പൂർണ്ണമാകുന്നു. ഒരു ശുഭദിനത്തിന്റെ തുടർച്ച ഏവർക്കും ആശംസിക്കുന്നു. നമസ്തേ. Thank you.